അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഈ അഭിഷിക്തന്മാരുണ്ടാക്കുന്ന പ്രോബ്ലം. ഈ അഭിഷിക്തന്മാരെന്ന് പറയുന്നത് ഞാൻ അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്: എനിക്ക് പിതാവിൻ്റെ അടുത്ത് അല്ലെ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കടന്നു ചെല്ലുന്നതിനേക്കാളും സ്പീഡിൽ കടന്നു ചെല്ലാൻ പറ്റുമെന്നും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചു തരുമെന്നും നിങ്ങളെ വിശ്വസിപ്പിക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പക്ഷെ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ശരീരയാകത്താൽ അവൻ ദേഹം എന്ന തിരശീല നമുക്കായി ചിന്തിയത് കൊണ്ട് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് കൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നമുക്കിനി ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഈ കത്തോലിക്ക സഭ മരിച്ചുപോയ വിശുദ്ധന്മാരെയും കൊണ്ടും പെന്തക്കോസ്ത് സഭ ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെയും കൊണ്ടുമാണ് ഈ മധ്യസ്ഥപ്പണി ചെയ്യുന്നതെന്നുള്ള കാര്യം. ഞാനത് പലപ്പോഴും ശരിയാണെന്ന് ചിന്തിച്ചു. നമ്മൾ മധ്യസ്ഥന്മാരില്ല എന്ന് പറയുമെങ്കിലും ഇവിടെയും കാര്യം സാധിച്ചു തരാൻ നമ്മൾ ഈ കത്തോലിക്ക സഭ അത് തന്നെ ചെയ്യുന്നത്. ഇപ്പം അന്തോണീസ് പുണ്യാള യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണേ, യേശു മിശിഹായോട് പ്രാർത്ഥിക്കണേ, യേശു മിശിഹ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ 2 സ്റ്റെപ്പാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ പാസ്റ്ററോട് പറയും, പാസ്റ്റർ യേശു അപ്പച്ചനോട് പറയും, യേശു കർത്താവ് പിതാവിനോട് പറയും. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാവർക്കും കർത്താവിൻ്റെ അടുത്ത് എല്ലാം കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെയും ആളാകരുത്, ഒരു ബ്രാൻഡിൻ്റെയും ആളാകരുത്, നമ്മൾ കർത്താവിൻ്റെ ആളുകളായിരിക്കണം. ഈ ഓർഡർ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഇതിങ്ങനെയാണ്: പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ഇതെല്ലാം നിങ്ങളുടെയാണ്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അപ്പോൾ ദൈവം, ക്രിസ്തു, നിങ്ങൾ, അതിൻ്റെ താഴെയാണ് ശുശ്രൂഷകർ. അതിനർത്ഥം ശുശ്രൂഷകർക്ക് അധികാരങ്ങൾ, ശുശ്രൂഷപരമായ അധികാരങ്ങൾ ഇല്ല എന്നല്ല. അതിനർത്ഥം ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓർഡർ അനുസരിച്ച് ഈ ശുശ്രൂഷകരായി വിളിക്കുന്നവർ, അതായത് ശുശ്രൂഷകർ സഭയുടെ സ്വന്തമാണ്, സഭയെ സെർവ് ചെയ്യുന്നവരാണ്, സഭയുടെ മുതലാളിമാരല്ല. ഓക്കെ. ഇന്ന് ശരിക്കും തോന്നുന്നു നമ്മളെല്ലാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് ഈ ആധുനിക സഭയ്ക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിക്കും ഒരു ആദിമ നൂറ്റാണ്ടിലെ സഭയും നമ്മുടെ ഇപ്പോഴത്തെ സഭകളും വെച്ച് നോക്കുമ്പോൾ വളരെ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ പ്രകടമാകുന്ന എവിടെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ആദ്യത്തെ സഭ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ ആയിരുന്നില്ല. അതായത് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല, അത് ഞങ്ങൾ ഇന്ന സഭയാണ് എന്ന് പറയാൻ മാത്രം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു ദേശത്ത് ഞങ്ങൾ ഇന്ന വിഭാഗക്കാരാണെന്ന് പറയാനുള്ള വിഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കൊരിന്ത് സഭയിലാണ് നമ്മൾ ആദ്യം വിഭാഗങ്ങളെ കാണുന്നത്. അപ്പോൾ ഒന്നാമത് ഇന്ന് നമ്മുടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ജഡീകന്മാരായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരുന്നില്ല. എത്ര വർഷം കഴിഞ്ഞാലും വളരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ പൗലോസിൻ്റെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ ജഡീകന്മാരെ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ IPC-ക്കാർ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡുകാർ, AG-ക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ വിഭാഗക്കാർ, ഈ വിഭാഗക്കാർ എന്നുള്ള വേർതിരിവ് എല്ലാ ഉപദേശം ഒന്ന് തന്നെയാണെങ്കിലും ഈ ഡീനോമിനേഷൻസും മനുഷ്യരായ നേതാക്കന്മാരും കൂടെ ചേർന്ന് ജഡീകന്മാരായ വിശ്വാസികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പൗലോസ് പറയുന്നത്, നിങ്ങൾ ഓരോരോ ഗ്രൂപ്പുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, ഓരോരോ വിഭാഗങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആത്മീകമായി വളരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മളെല്ലാം ഒരു ബ്രാൻഡിൻ്റെ പേരിലോ വ്യക്തിയുടെ പേരിലോ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സഭയുടെ സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് നമുക്കറിയാം, ഇന്ന് ഓരോരുത്തരുടെയും പേരിലാണ് സഭ, ഇന്നാരുടെ സഭ, അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെ പേരിലാണ് സഭ. അപ്പോൾ ഓരോ വ്യക്തികളും സഭയെ ഓൺ ചെയ്യുകയാണ്. അതായത് ഇത് എൻ്റെ സഭ അല്ലെ, പാസ്റ്റർമാർ പറയുന്നത് എൻ്റെ സഭയാണ്. ചിലർ പറയാറുണ്ട് എൻ്റെ വിശ്വാസി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? എൻ്റെ വിശ്വാസികൾ, അവരെൻ്റെ വിശ്വാസി അവർ കൊണ്ടുപോയി. ആരുടെ വിശ്വാസി? പാസ്റ്ററുടെ വിശ്വാസി. അപ്പോൾ എൻ്റെ ആളുകൾ എന്നുള്ളൊരു ചിന്തയിലേക്ക്, അത് നമ്മുടെ രാജാക്കന്മാരൊക്കെ പറയുന്നല്ലോ, എൻ്റെ രാജ്യം എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിൽ ഒരു കുഞ്ഞു കുഞ്ഞു രാജാക്കന്മാർ ഭരിക്കുന്നത് പോലെയാണ് ഇന്ന് സഭകളിൽ ഭരണം നടക്കുന്നത്. അതായത് ഈ ഒരു സ്ട്രക്ചറിലുണ്ടായ ഡിഫറൻസ് തന്നെ ക്രിസ്തുവിനെ ഉയർത്തുന്നതിന് പകരം മനുഷ്യർക്ക് ഉയരാനുള്ള വഴികളായും മനുഷ്യർ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന് സഭകളിൽ നടക്കുന്നത് എന്നുള്ളതാണ്
ഇതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യം. അതായത് 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം ഇന്നത്തെ ഈ ഒരു വിഭാഗീയമായ അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായ ആ ഒരു സഭാ വ്യവസ്ഥയെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ അവിടെ തരുന്നുണ്ട്. നമുക്ക് 1 കൊരിന്ത്യ ലേഖനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പൗലോസ്, നമുക്കറിയാം 1 കൊരിന്ത്യ ലേഖനമാണ് ഏറ്റവും ലളിതമായ ലേഖനം. റോമാലേഖനം ഉപദേശപരമായ ലളിതമാണ്, എങ്കിലും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ കാര്യങ്ങളാണ് ശരിക്കും 1 കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെല്ലാം ജഡീകന്മാരായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെ സംസാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എനിക്ക് ആഗ്രഹമുണ്ട് പരിജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്, പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും നിങ്ങളോട് ആത്മീകർ എന്ന രീതിയിൽ സംസാരിക്കാൻ നിവൃത്തിയില്ല. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ചില ആളുകൾ പൗലോസിൻ്റെ ഒരു അപ്പൊല്ലോസ് ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടങ്ങളായിട്ട് മാറിയിരിക്കുന്നു. നമുക്കറിയുന്ന ഓരോ പാസ്റ്റർമാരുടെ പേരിലാണ് സഭകൾ അറിയപ്പെടുന്നത്. ഇന്നാരുടെ സഭ അല്ല, ഇവിടുത്തെ ഒരു ലീഡർമാർ, ഏതെങ്കിലും ആത്മീക ലീഡർമാരുടെ പേരുകൾ ആലോചിച്ച് നോക്കി, തങ്കു ബ്രദറിൻ്റെ സഭ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇയാളുടെ സഭ എന്നാ പറയുന്നത്. അതിൻ്റെ കാരണം അവരുടെ പൊസിഷനിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അതായത് ദേ ഓൺ ദ ചർച്ച്, അവരുടേതാണ് ചർച്ച്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ ചർച്ച് എന്ന് പറയുന്ന ഓരോരോ ആളുകളുടെ പേരിൽ വിഘടിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഘടിച്ചിരിക്കുകയാണ്. ഒരുത്തനെ കണ്ടുകൂടാത്ത അവസ്ഥയിൽ ഇത് വിഘടിച്ചിരിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് 1 കൊരിന്ത്യ ലേഖനത്തിൽ ഉണ്ടായിരുന്നത്. അവർക്കും കൃപാവരങ്ങൾക്കൊന്നും കുറവില്ലായിരുന്നു, പക്ഷേ ഈ വിഭാഗീയത ഭയങ്കര കൂടുതലായിരുന്നു. ഇവരെല്ലാം ചിന്നിച്ചിതറിയവരായിരുന്നു. എന്നിട്ട് അതിനൊരു സൊല്യൂഷനായിട്ട് പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, ആ അടിസ്ഥാനത്തിന്മേൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് അത് മാറ്റാൻ ആർക്കും കഴിയില്ല. ഇനി ഓരോരുത്തർ വന്ന് എൻ്റെ വിഭാഗം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് പണി പണിതാലും അതിൻ്റെ എല്ലാം അവസാനം കർത്താവ് തീയിലൂടെ എന്ന പോലെ കടത്തിവിടുന്ന ഒരു ദിവസം മനസ്സിലായിക്കോളും എന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് 21-ാമത്തെ വാക്യം മുതൽ 3:21 മുതൽ സഭയുടെ സ്ട്രക്ചറിനെ കുറിച്ച് വളരെ വിപ്ലവകരമായ ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ പറയുന്നത്, ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. അതായത് നമുക്ക് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നടക്കും ബ്രദറെ, ആ പാസ്റ്ററിന് ഭയങ്കര പ്രാർത്ഥനാ വരമാണ്. ഇതൊരു വലിയ മതപരമായ ചതിയാണ്. മതം എപ്പോഴും ചതിക്കുന്ന ഒരു സാധനമാണ്. ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ ചതിയാണ് ചില പ്രത്യേക മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് കേൾക്കുന്നു എന്നുള്ളത്. ഇത് വളരെ വ്യാജമായൊരു കാര്യമാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരിടത്തുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക പ്രാർത്ഥനാപരമുള്ള ഒരാൾ പോലും ബൈബിളിലില്ല. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മളോടും ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. കാരണം ആര് പിതാവിൻ്റെ അടുക്കിലേക്ക് പുത്രൻ വഴി കടന്നു ചെന്നാലും ഒരേ ഇമ്പാക്റ്റ് തന്നെയാണ്. ഒരാൾ കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകമായി അവിടെ ബഹുമാനിക്കപ്പെടുന്നില്ല. കാരണം നമുക്ക് ആകെ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആകെ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. ഞാൻ യേശുക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ പിതാവിൻ്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു, എനിക്ക് കാര്യം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു അഭിനവ ബ്രദറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു നടക്കുന്നില്ല, അതുകൊണ്ട് ബ്രദറെ ഞാൻ ബ്രദറിൻ്റെ മധ്യസ്ഥയും കൂടെ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അപ്പോൾ ബ്രദർ എന്ത് ചെയ്യുന്നു? ബ്രദർ നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ടൊന്ന് കുലുക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ദൈവം കേൾക്കുന്നു. അപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുന്ന മധ്യസ്ഥൻ ആരാണ്? യേശുക്രിസ്തു അല്ല, ഈ ബ്രദറാണ്. ശരിയാണോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മധ്യസ്ഥന്മാരെ ക്രിസ്തു കൊണ്ട് തൃപ്തി അല്ലാത്തത് കൊണ്ട്, യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിനേക്കാളും പവർഫുൾ എന്ന് വിചാരിക്കുന്ന മധ്യസ്ഥന്മാരെ ഉപയോഗിക്കുന്നു. കാരണം യേശുക്രിസ്തു വഴി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇവർ പ്രാർത്ഥിച്ച് നമുക്ക് തരുമെന്ന് നമ്മൾ മൗഢ്യമായി വിചാരിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാര്യവും ബൈബിളിലില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെ ആ അനോയിൻറ്റിങ് വെച്ചിട്ട്, അനോയിൻറ്റിങ് എന്ന് അവരവകാശപ്പെടുന്ന ആ സംഗതി വെച്ചുകൊണ്ട് വ്യക്തികളുടെ പുറകെ പോയി അവരിൽ പ്രശംസിച്ചാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജഡീകന്മാരായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാസ്റ്റർ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്റ്ററെ മനസ്സിൽ സങ്കല്പിക്കൂ, അതായത് ന്യൂ ജനറേഷനുള്ള ഒരു ലീഡറെ മനസ്സിൽ സങ്കല്പിക്കൂ. അവിടെ വരുന്ന 10,000-ങ്ങളെ ഓർക്കൂ, അവരിൽ ആരും ആ ലീഡറിൻ്റെ അത്ര എത്തുകയില്ല. അവർ താഴെ തന്നെ ഇരിക്കുകയുള്ളൂ. ഒരിക്കൽ പോലും അയാളേക്കാൾ ശുശ്രൂഷയുള്ള ഒരാൾ അവിടെ ഉണ്ടാവില്ല, അയാൾക്ക് ഭീഷണിയായ ഒരാൾ ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസികൾ എന്നും ജഡീകന്മാരായി തന്നെ ഇരിക്കും. കാരണം അവർ കർത്താവിനാൽ ഓൺ ചെയ്യപ്പെടുന്നവരല്ല, അവർ വ്യക്തികളുടെ ആളുകളാണ്. അതുകൊണ്ട് ഇന്ന് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, മനുഷ്യർ ബഹുമാനിക്കപ്പെടുകയും മനുഷ്യരുടെ ടീച്ചിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്താ പറയുന്ന അത്ഭുതങ്ങളുടെ പേരിലോ മധ്യസ്ഥതകളുടെ പേരിലോ ആളുകൾ കൂട്ടം കൂടുന്നു എന്നുള്ളതാണ്. അത് ക്രിസ്തുവിലുള്ള രക്ഷയുടെ അടിസ്ഥാനത്തിലല്ല, വീണ്ടും ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആത്മാവ് കൂട്ടിച്ചേർക്കുന്നതല്ല, എന്നാൽ വ്യക്തികളുടെ
ആ പേഴ്സണാലിറ്റിയുടെ ചുറ്റും, അല്ലെങ്കിൽ അവർക്കുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില പ്രത്യേക കഴിവുകളുടെ ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആരും വളരുന്നില്ല. നിങ്ങൾക്ക് തലവേദന വന്നാൽ 90 വർഷം നിങ്ങൾ വിശ്വാസിയായിരുന്നെങ്കിലും ഈ ബ്രദർ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. കാരണം ക്രിസ്തു വഴിയുള്ള ആ വഴി, ആ പ്രാർത്ഥന എന്താണെന്ന് പോലും നമ്മൾ പതുക്കെ പതുക്കെ കൈവിട്ട് കളയുകയാണ്. ഇത് മതത്തെ, അതായത് നമ്മുടെ വിശ്വാസത്തെ പുരോഹിത വർഗം ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാസ്റ്റർമാരില്ലാതെ ഒരു പരിപാടി നടക്കാത്ത അവസ്ഥയാണ്. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു അധികാരമല്ല പാസ്റ്റർമാരുടെ അധികാരം എന്ന് പറയുന്നത്. ഇന്ന് അവർക്ക് മാത്രം, അവർ പ്രാർത്ഥിച്ചാലേ വിലയുള്ളൂ, അല്ലേ? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക. ആ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ഒരു അത്ഭുതം നടന്ന പോലെയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഗ്ലോറി മനുഷ്യരിലേക്ക് കടത്തിവിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. വളരെ രസകരമാണത്. അതിന് താഴെ എഴുതിയിരിക്കുന്നു ഇന്നത്തെ ഈ ഒരു കൾച്ചർ, അതായത് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സഭകളിൽ കാണുന്ന ഇന്നാരുടെ സഭ, ഇന്നാരുടെ കൂട്ടം, ഞങ്ങൾ ഇന്നാരുടെ കൂട്ടായ്മയിലാണ് എന്ന് പറയുന്ന കൾച്ചറിനെതിരെയുള്ള ശക്തമായ ഒരു 2-3 വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സകലതും നിങ്ങൾക്കുള്ളതല്ലോ. അടുത്ത വാക്യം പറയാണ്, പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലതും നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെയാണ്, നിങ്ങൾ എൻ്റെ അല്ല. അതാണ് അതിൻ്റെ എക്കണമി. അതായത് ഈ ശുശ്രൂഷകരുടെ അല്ല, നിങ്ങളുടെയാണ് ശുശ്രൂഷകൻ. അതായത് നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു ലീഡറിന്റെ ആൾക്കാരല്ല ഞങ്ങളുടെ ആളാണ് ആ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹീസ് എ സെർവന്റ് ആൻഡ് ദ ചർച്ച് ഓൺസ് ദം എന്നാണ്. അതായത് ഇവര് ചർച്ചിനെ ഓൺ ചെയ്യുമല്ല, ചർച്ച് അവരെ ഓൺ ചെയ്യുകയാണ്. കാരണം ചർച്ചിന്റെ സ്വത്താണ് അവർ, പ്രോപ്പർട്ടിയാണ്. ഈ ചർച്ചാണ് ഓണർ. നമ്മളിന്ന് തിരിഞ്ഞുള്ള ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. പൗലോസ് പറയാണ്, എനിക്ക് ഒരൊറ്റ ആൾ പോലുമില്ല. ഞാൻ ഇങ്ങനെ കൂടെ പറയാണ്, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആകെ 2-3 പേരെ സ്ഥാനപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അവര് പൗലോസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പോളൈൻ ചർച്ച് എന്ന് പറഞ്ഞ ഒരെണ്ണം തുടങ്ങിയാണ്. ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആ പണി ചെയ്തിട്ടില്ല എന്ന് പൗലോസ് ആശ്വാസത്തോടെ പറയുന്നത്. ആശ്വാസത്തോടെ പറയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ സഭ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും, ഏതെല്ലാം സഭകളിലാണോ ക്രിസ്തുവിൻ്റെ കൃപയാലും വിശ്വാസത്താലുമുള്ള വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നത്, രക്ഷയുടെ സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നത്, വിശുദ്ധീകരണത്തിൻ്റെ ഉപദേശങ്ങൾ ലഭിക്കുന്നത്, അത് IPC ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും ഷാരോൻ ആയാലും ലോകത്തിലുള്ള ഏത് സഭയായാലും ഇൻഡിപെൻഡൻ്റ് ആയാലും ആരായാലും അത് നമ്മുടെ സഭയാണ്. അങ്ങോട്ട് ഒരാളെ പറഞ്ഞു വിടാൻ ഒരു വിഷമവുമില്ല. കാരണം ആ സഭ കൂടി വരുന്ന ഒരാളുടെ പേരിലാകില്ല, അത് ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പേരിലായിരിക്കും. നമ്മൾ എന്തുകൊണ്ട് കൂടി വന്ന് ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യമായ ഒരു വാഗ്ദത്തം ഞങ്ങൾക്ക് തന്നതിനാൽ, ഞങ്ങൾ ഈ ലോകത്ത് അസ്തമിച്ചു പോകാത്തവരായതിനാൽ, ഞങ്ങൾക്ക് നിത്യമായ ഒരു വാസസ്ഥലത്തേക്കുള്ള തീർത്ഥാടനത്തിലൂടെ പോകുന്നവരായതിനാൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാൻ കൂടി വരുന്നു എന്നുള്ളതാണ് ആ പുതിയ നിയമസഭയുടെ ഐഡന്റിറ്റി. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് നമ്മൾ. ഞാനൊരു ടീച്ചറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാവരും കുറേ ആൾക്കാരൊക്കെ അവകാശപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, അദ്ദേഹം ആരുടെ ശിഷ്യനാണ്? അത് കർത്താവിൻ്റെ ശിഷ്യൻ. അപ്പം ആ ഒരാൾ മാത്രം കർത്താവിൻ്റെ ശിഷ്യനും ബാക്കി എല്ലാവരും ഇയാളുടെ ശിഷ്യന്മാരുമായാലും എന്തായിരിക്കും അവസ്ഥ? സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ സ്വന്തമാണ്. ഒരു സഭയുടെ ശുശ്രൂഷകർ അവിടുത്തെ ദാസന്മാരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇപ്പം ഞാൻ ഈ സഭയിലെ ശുശ്രൂഷകനാണെന്ന് വിചാരിച്ചോ, ഞാൻ നിങ്ങളുടെ ദാസനും, എന്നാൽ നമ്മളെല്ലാം ദൈവമക്കളുമാണ്. ദൈവമക്കളായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരേ സ്റ്റാറ്റസാണ് ദൈവത്തിന് മുമ്പിൽ. എന്നാൽ ദാസനായിരിക്കുന്നത് കൊണ്ട് മുട്ടയിലിരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ശുശ്രൂഷിക്കാനും അരയ്ക്ക് തോർത്ത് കെട്ടി കുനിഞ്ഞിരുന്ന് കാല് കഴുകാനും നിങ്ങൾക്കുള്ളത് വിളമ്പിത്തരാനും കസേര പിടിച്ച് നേരിടാനും വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സെർവൻ്റാണ് ഈ ഓരോ സഭയുടെയും ശുശ്രൂഷകർ. അല്ലാതെ അവർ നിങ്ങളെ ഓൺ ചെയ്യരുത്. അവരാരും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുകയുമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ഇന്ന് അന്ത്യകാലത്ത് പെന്തക്കോസ്റ്റൽസിന് സംഭവിച്ച, പ്രത്യേകിച്ച് കൃപാവരങ്ങളുള്ള സഭകളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, മറ്റ് സഭകളുള്ളതിനേക്കാളും. ഇപ്പോൾ ഒരു ബ്രദറൻ ചർച്ചിലോ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചിലോ അങ്ങനെയൊന്നും ഈ ആളുകൾ അങ്ങനെ സൂപ്പർ ഹീറോസ് ആയിട്ട് വരത്തില്ല. ഒരു സഭയിൽ അങ്ങനെ വരില്ല. കാരണം അവർ ഈ പ്രാർത്ഥന എന്ന ആയുധം വെച്ച് കളിക്കുന്നില്ല. നിങ്ങൾ ഏത് മതം വെച്ച് നോക്കിയാലും, ഞാൻ പ്രാർത്ഥിക്കാൻ ബ്രദറെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ എന്നുള്ളൊരു അവകാശം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മനുഷ്യർ അടിമത്തത്തിലേക്ക് പോയിരിക്കും. അതായത് നമുക്ക് പേടിയല്ലേ, നിങ്ങൾക്ക് പേടിയല്ലേ പാസ്റ്റർമാരോട് സംസാരിക്കാൻ? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും സംസാരിക്കാൻ പേടിയാണ്. കാരണം എന്താ? അത് മതം നമ്മളിൽ ഉളവാക്കിയിരിക്കുന്ന ഒരു ഭയമാണ്. അഭിഷിക്തനെ തുടരുത്. ആരാണ് അഭിഷിക്തൻ എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. സഹോദരങ്ങളെ, ആരാണ് അഭിഷിക്തൻ? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, അഭിഷിക്തനെ തുടരുത്.
എൻ്റെ അഭിഷിക്തനെ തുടരുതെന്ന് കർത്താവ് പറഞ്ഞു. ശരിയാണ് 100% അഭിഷിക്തനെ തുടരുത്. പക്ഷെ ആരാണ് അഭിഷിക്തൻ? പുതിയ നിയമത്തിൽ ആകെ ഒരൊറ്റ അഭിഷിക്തനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ അഭിഷിക്തൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കും. എനിക്കത് കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം അഭിഷിക്തൻ എന്നുള്ളതിൻ്റെ എബ്രായ പദം മെസ്സിഹ എന്നും അതിൻ്റെ ഗ്രീക്ക് പദം ക്രിസ്റ്റോസ് എന്നുമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഒത്തിരി അഭിഷേകങ്ങളുണ്ട്. പ്രവചന അഭിഷേകമുണ്ട്, പുരോഹിത അഭിഷേകമുണ്ട്, രാജാവിൻ്റെ അഭിഷേകമുണ്ട്. അങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും ദൈവം സംസാരിച്ചുകൊണ്ടിരുന്ന അനേക അഭിഷിക്തന്മാരുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്നൊരൊറ്റ അഭിഷിക്തനേ ഉള്ളൂ. പക്ഷെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ക്രിസ്തുവിനുള്ള അഭിഷേകം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ക്രിസ്തുവിന്റെ അഭിഷേകമുണ്ട്. പക്ഷെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അഭിഷേകമുണ്ട്. അപ്പോൾ അഭിഷിക്തനെ തുടരുതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രിസ്തുവിനെ തുടരുതെന്ന് തന്നെയാണ്. ഇനി അതല്ല, അഭിഷേകമുള്ള ആരെയും തുടരുന്നതാണെങ്കിൽ പാസ്റ്റർമാരെ നമ്മളെയും തൊടാൻ പാടില്ല. കാരണം അതേ ആത്മാവ് ആർക്കും കിട്ടിയിട്ടുണ്ട്, നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരിത് ഉപയോഗിക്കുന്ന ഒരു മതപരമായ തന്ത്രമായിട്ട് അവരെന്ത് ചെയ്താലും ചോദ്യം ചെയ്യരുത് എന്നുള്ളത് വരുത്താൻ വേണ്ടി, എന്ത് ആരോപണം ഉണ്ടായാലും ചോദ്യം ചെയ്യരുത് എന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ വ്യക്തികൾ അവരുടെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സഭകളെല്ലാം, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഓൺ ചെയ്യുന്ന സഭകളിലെല്ലാം സംഭവിക്കുന്നത് അവരുടെ പ്രൈമറി കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കില്ല. പിന്നെയോ അവരെന്തായിരിക്കും ചെയ്യുന്നത്? അവര് ആ ബ്രാൻഡിനെ മഹത്വപ്പെടുത്തുമെന്നുകിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ മഹത്വപ്പെടുത്തും. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ആ ബ്രദർ വന്നു എന്ന്. എന്ത് സന്തോഷത്തോടെ പറയുന്നറിയോ? ചിലപ്പോൾ ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, TV കാണുന്ന ആളെ നേരിട്ട് കാണും. TV കാണുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഈ ക്യാമറ നിങ്ങൾ തിരിച്ചു വെച്ചാൽ നിങ്ങളെ കാണിക്കും, എന്നെ നേരെ തിരിച്ചു വെച്ചാൽ എന്നെ കാണിക്കും. പക്ഷേ ഇപ്പോഴത്തെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്യാമറയെ കൂടെ കാണുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സ്മാർട്ടായിട്ട് കാണും. കാരണം ഈ ക്യാമറയുടെ പ്രത്യേകത, അതിനുവേണ്ടിയാണ് ഈ ക്യാമറ ഇറക്കുന്നത്. ശരിക്കും ക്യാമറയിലൂടെ അല്ലാതെ നമ്മൾ ഈ സുന്ദരന്മാരെന്നൊക്കെ വിചാരിക്കുന്നവർ നേരിട്ട് കണ്ടാൽ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ എന്തോ ഒരു ഗ്ലാമർ ഉള്ളതുപോലെ തോന്നുന്നത് ഈ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യരെ നമ്മൾ പ്രശംസിച്ച് കഴിയുമ്പോൾ അവരുടെ ആളുകളായിട്ട് നമ്മൾ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സഭയ്ക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയാതെ വരും. ഇന്ന് സഭകളിൽ കർത്താവല്ല മഹത്വപ്പെടുന്നത്, ഇന്ന് വ്യക്തികളും അവരുടെ കൃപാവരങ്ങളുമാണ് മഹത്വപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നെ മഹത്വപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഈ കർത്താവിൻ്റെ മഹത്വം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, വ്യക്തികൾ മഹത്വപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ കൂടെ ഈ വ്യക്തികളെ വലുതാക്കിയ ചില സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം, ലോകത്തിൻ്റെ അംഗീകാരം, വിദ്യാഭ്യാസം. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരാളെ കാണുമ്പോൾ ഒരു ബഹുമാനം, പണമുള്ള ഒരാളെ കാണുമ്പോൾ ഒരു ബഹുമാനം. അങ്ങനെ ബഹുമാനം ഒരു മനുഷ്യന് നൽകുമ്പോൾ അവൻ്റെ ജഡത്തെയും കൂടെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അത് ലോകത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ വ്യർത്ഥമാണ്, പ്രയോജനമില്ലാത്തതാണ്. അപ്പോൾ കൊരിന്ത സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ പല ബ്രാൻഡുകളുടെ പേരിലും വ്യക്തികളുടെ പേരിലും പിളർന്നിരിക്കുന്ന ഒരു സഭ എന്നുള്ളതായിരുന്നു പൗലോസിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അതിൽ പൗലോസിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം, ഞാൻ ഇതിലൊന്നും പങ്കാളിയല്ലോ, ഞാൻ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് മാത്രമായിരുന്നു. സഹോദരങ്ങളെ, അതിനർത്ഥം നമുക്ക് ഇന്നുള്ള എല്ലാ സഭകളെ അംഗീകരിക്കണമെന്നും അതിൻ്റെ കൂടെ നടക്കണമെന്നും അല്ല. ഉപദേശ രൂപമാണ് ഏറ്റവും പ്രധാനം. കർത്താവിൻ്റെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏത് സഭയായാലും നമ്മൾ അവരോട് വിരോധിക്കേണ്ട കാര്യമില്ല. ആ ഉപദേശം കൊണ്ട് തന്നെ കർത്താവിൻ്റെ കൂടെ നമ്മൾ ഒന്നിച്ചു പോകേണ്ടവരാണ് എന്നുള്ളതാണ് നമ്മളോട് തെളിയിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഈ അഭിഷിക്തന്മാരുണ്ടാക്കുന്ന പ്രോബ്ലം. ഈ അഭിഷിക്തന്മാരെന്ന് പറയുന്നത്, ഞാൻ അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്: എനിക്ക് പിതാവിൻ്റെ അടുത്ത് അല്ലെ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കടന്നു ചെല്ലുന്നതിനേക്കാളും സ്പീഡിൽ കടന്നു ചെല്ലാൻ പറ്റുമെന്നും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചു തരുമെന്നും നിങ്ങളെ വിശ്വസിപ്പിക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പക്ഷെ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ശരീരയാകത്താൽ അവൻ ദേഹം എന്ന തിരശീല നമുക്കായി ചിന്തിയത് കൊണ്ട് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് കൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നമുക്കിനി ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഈ കത്തോലിക്ക സഭ മരിച്ചുപോയ വിശുദ്ധന്മാരെയും കൊണ്ടും പെന്തക്കോസ്ത് സഭ ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെയും കൊണ്ടുമാണ് ഈ മധ്യസ്ഥപ്പണി ചെയ്യുന്നതെന്നുള്ള കാര്യം. ഞാനത് പലപ്പോഴും ശരിയാണെന്ന് ചിന്തിച്ചു. നമ്മൾ മധ്യസ്ഥന്മാരില്ല എന്ന് പറയുമെങ്കിലും ഇവിടെയും കാര്യം സാധിച്ചു തരാൻ നമ്മൾ ഈ കത്തോലിക്ക സഭ അത് തന്നെ ചെയ്യുന്നത്. ഇപ്പം അന്തോണിസ് പുണ്യാള യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണേ, യേശു മിശിഹായോട് പ്രാർത്ഥിക്കണേ, യേശു മിശിഹ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ 2 സ്റ്റെപ്പാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ പാസ്റ്ററോട് പറയും, പാസ്റ്റർ യേശു അപ്പച്ചനോട് പറയും, യേശു കർത്താവ് പിതാവിനോട് പറയും. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
സഹോദരങ്ങളെ, നമ്മളെല്ലാവർക്കും കർത്താവിൻ്റെ അടുത്ത് എല്ലാം കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെയും ആളാകരുത്, ഒരു ബ്രാൻഡിൻ്റെയും ആളാകരുത്, നമ്മൾ കർത്താവിൻ്റെ ആളുകളായിരിക്കണം. ഈ ഓർഡർ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ഇതെല്ലാം നിങ്ങളുടെയാണ്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അപ്പൊ ദൈവം, ക്രിസ്തു, നിങ്ങൾ, അതിൻ്റെ താഴെയാണ് ശുശ്രൂഷകർ. അതിനർത്ഥം ശുശ്രൂഷകർക്ക് അധികാരങ്ങൾ, ശുശ്രൂഷപരമായ അധികാരങ്ങൾ ഇല്ല എന്നല്ല. അതിനർത്ഥം ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓർഡർ അനുസരിച്ച് ഈ ശുശ്രൂഷകരായി വിളിക്കുന്നവർ, അതായത് ശുശ്രൂഷകർ സഭയുടെ സ്വന്തമാണ്, സഭയെ സെർവ് ചെയ്യുന്നവരാണ്, സഭയുടെ മുതലാളിമാരല്ല. ഓക്കെ, ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ പാസ്റ്റർമാർ പോയി എന്ത് ചെയ്യുന്നറിയോ? അവർ വലിയൊരു സഭ ഉണ്ടാക്കും. ഈ 2 പെൺമക്കളാണെന്ന് വെച്ചാൽ ഒരു പാസ്റ്ററിന് അദ്ദേഹം 2 സഭകളുണ്ടാക്കും. ആൺപിള്ളേരാണല്ലോ അങ്ങനെ തന്നെയാണ്. 4 ആൺപിള്ളേരുണ്ടെങ്കിൽ 4 സഭകളുണ്ടാക്കും. പെൺപിള്ളേരാണെങ്കിൽ ഒരു സഭ ഈ പെൺകുട്ടിക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഈ സഭ നീ നോക്കിക്കോളാം. കാരണം ഇതൊരു വരുമാന മാർഗ്ഗമാണ്, ഭയങ്കര വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ വരുമാന മാർഗ്ഗമായതുകൊണ്ട് അവൻ ജീവിതകാലം ജീവിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ അമ്മായിയപ്പൻ്റെ കടമയാണ്. എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഇതൊരു പേഴ്സണൽ പ്രോപ്പർട്ടി പോലെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന 2 പേര്, ഒരു ഹൈന്ദവനായ ഒരു മനുഷ്യനോട്, ഒരു അഡ്വക്കേറ്റ് മറ്റേ അദ്ദേഹം സംസാരിക്കായിരുന്നു. അദ്ദേഹത്തിന് പരിപാടിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, സുവിശേഷമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഐഡിയ, വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കേട്ടോ, ഇവിടെ പറ്റിക്കാൻ പറഞ്ഞൊന്നുമല്ല, നിങ്ങൾക്ക് എറണാകുളം സിറ്റിയിൽ ഒരു സഭ പണിയാനുള്ള സ്ഥലവും വീടും ഹാളും ഞാൻ തരാം. അപ്പോൾ ഇവരോർത്തു ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, സ്തോത്രകാഴ്ച ഞാൻ എടുക്കും എല്ലാ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാൻ ഈ സ്തോത്ര കാഴ്ച കൊണ്ട് സാധിക്കുമെന്ന് നല്ല കോൺഫിഡൻസാണ്. നാട്ടുകാരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത്, നാട്ടുകാരുടെ അഭിപ്രായം, നാട്ടുകാർ ഈ പെന്തക്കോസ്തുകാരെ കുറിച്ച് കാണുന്നത് അവർ പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും സഭ നടത്തിയും പൈസ ഉണ്ടാക്കുകയും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളുടെ സഭകളിൽ നോക്കുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, കത്തോലിക്ക സഭയ്ക്ക് മരിച്ചുപോയ വിശുദ്ധന്മാരും പെന്തക്കോസ്തുകാർക്ക് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരുമാണ് മധ്യസ്ഥന്മാരെന്ന്. കത്തോലിക്കയിലെ വിശുദ്ധന്മാരൊന്നും അല്ലെങ്കിലും ലോകത്തെ ഉപേക്ഷിച്ച് കഷ്ടത അനുഭവിച്ച് മരിച്ച് പോയവരാണ്. എന്നാൽ നമ്മുടെ മധ്യസ്ഥന്മാരെ നോക്കിക്കേ, എല്ലാം ഭയങ്കര മുതലാളിമാരാണ്. എല്ലാം ഭയങ്കര മുതലാളിമാരും ലോകത്തിലൊരു സെൻറ്റിമീറ്റർ വിട്ടുകൊടുക്കാത്തവരുമാണ് ഈ കർത്താവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ഇടയിൽ നിൽക്കുന്നവരെന്നുള്ളതാണ് ഇതിനകത്തെ പരിതാപകരമായ കാര്യം. അതുകൊണ്ട് ലോകത്തിലുള്ള ആൾക്കാർ നമ്മളെ നോക്കുമ്പം നമ്മളെ കർത്താവിൻ്റെ ജനമായിട്ടല്ല കാണുന്നത്, അവരുടെയും ഇവരുടെയും ലോകത്തിൻ്റെയും ആളുകളായിട്ടാണ് കാണുന്നതെന്നുള്ളതാണ് കൊരിന്ത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് സംഭവിക്കുന്ന അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പെന്തക്കോസ്റ്റൽ സഭയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ 2ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് അന്ത്യകാലത്ത് നമ്മൾ ഈ സുബോധമുള്ളവരാകാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രോബ്ലത്തെ ഇങ്ങനെ കാണുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സഭയിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ഇല്ലാതെ പോയതാണ്. എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, നിങ്ങൾ ബ്രദറുകാരെ പോലെയാണ്, നിങ്ങൾക്ക് കൃപാവരങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഞങ്ങൾ കൃപാവരങ്ങളെ വളരെയധികം എംഫസൈസ് ചെയ്യുന്നവരാണ്, വളരെയധികം. എനിക്കിന്നൊരു ഏറ്റവും വേദനയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്ത് സഭയിൽ കൃപാവരങ്ങൾ കാണാനില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെയാണ് ഈ പെന്തക്കോസ്തിലെ കൃപാവരങ്ങൾ ഇല്ലാതെ പോയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യം ശുശ്രൂഷ വരങ്ങളെ നോക്കാം. ഏറ്റവും അടിസ്ഥാനപരമായ വരങ്ങൾ എന്ന് പറയുന്നത് ശുശ്രൂഷ വരങ്ങളാണ്. പിന്നെ അന്യഭാഷയുടെ വരമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ശുശ്രൂഷ വരങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഓക്കെ, പിന്നെ ആരൊക്കെയാണ്? സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, 5 പേരാണ്. നമുക്ക് ചില വ്യാഖ്യാനങ്ങളെങ്കിലും അനുസരിച്ച് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് നമുക്ക് വേദപുസ്തകം എഴുതി തന്ന, അല്ലെങ്കിൽ പ്രവാചകന്മാർ, ഇനി പഴയ നിയമ പ്രവാചകന്മാരാണോ പുതിയ നിയമ പ്രവാചകന്മാരാണോ എന്നറിയില്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അടിസ്ഥാനപരമായ പ്രവചനം പഴയ നിയമത്തിൽ നിന്നുള്ളതും, എന്നാൽ പുതിയ നിയമത്തിലെ പ്രവാചകന്മാർ സഭയിൽ ശുശ്രൂഷിക്കുന്നവരുമാണ്. ഇതിന് ഒരു വലിയ വ്യത്യാസമുണ്ട്. ഈ പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം അഭിഷേകത്തിൻ്റെ ഫലമായിട്ടാണ്. അതായത് ഒരു പഴയ നിയമത്തിൽ ഒരു പ്രവാചനം ഉണ്ടാവണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? അവനെ ആത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്ത് അവൻ്റെ പ്രവചനത്തിൻ്റെ അഭിഷേകം അവന് കൊടുക്കണം, എങ്കിൽ മാത്രമേ പ്രവാചകനാവുള്ളൂ. ഒരു പ്രവാചകൻ എന്ന അഭിഷേകം അവനുള്ളൂ. അവന് രാജാവായിരിക്കാൻ പറ്റില്ല, അവന് പുരോഹിതനായിരിക്കാൻ പറ്റില്ല, ഹീസ് എ പ്രോഫറ്റ്. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാവർക്കും അഭിഷേകമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ പ്രവചനം ഒരു പ്രത്യേക അഭിഷേകമല്ല, അതൊരു പ്രത്യേക കൃപാവരമാണ്. മനസ്സിലാവുന്നുണ്ടോ? അഭിഷേകമുള്ള ആളുകൾക്ക് തന്നെയാണ് ദൈവം
വ്യത്യസ്തമായ കൃപാവരങ്ങളെ നൽകുന്നത്. അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് ഒരു കൃപാവരമാണ്, അഭിഷേകത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പറഞ്ഞാൽ അതുപോലെ നടക്കും, അതുപോലെ അനുസരിക്കുകയും ചെയ്യണം. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾ നമ്മൾ ഒന്ന് ആലോചിക്കണം, വിവേചിക്കണം. കാരണം സകലതും വിവേചിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇത് കൃപാവരങ്ങളാലാണ് ഒരു സഭയിൽ പ്രവചനങ്ങൾ നടക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്റെ അധികാരം പുതിയ നിയമത്തിലെ പ്രവാചകനില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ നിയമത്തിൽ പ്രവചിക്കുമ്പോൾ ആ പ്രവാചകനിലൂടെ മാത്രമാണ് ദൈവം സംസാരിക്കുന്നത്, വേറെ ആർക്കും ഒരു വിവരവും ഇല്ല. എന്നാൽ പുതിയ നിയമത്തിൽ പ്രവചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനമുള്ള ആളുകളുടെ ഇടയിൽ തന്നെയാണ് ആര് ശുശ്രൂഷിക്കുന്നത്? ഈ കൃപാവരങ്ങളാൽ ഒരാൾ പ്രവാചകനായി ശുശ്രൂഷിക്കുന്നത്. ഉദാഹരണത്തിന് അഗബോസ് ഒന്ന് പൗലോസിന് പറയുകയാണ്, ഈ ഉത്തിരിയത്തിന്റെ ഉടമയെ അവർ പിടിച്ചുകൊണ്ട് പോകും, അപകടം ഉണ്ടാകാം, മരണം വരെ ഉണ്ടാകാം എന്നുള്ള രീതിയിൽ പ്രവചിക്കുന്നു. പക്ഷെ പൗലോസ് പോകണോ വേണ്ടയോ എന്ന് പറയാൻ അഗബോസ് ഇല്ല. കാരണം അഗബോസ് ഒരിക്കലും പറയുന്നില്ല യെരുശലേമിലേക്ക് പോകണോ വേണ്ടയോ എന്ന് അഗബോസ് പറയുന്നില്ല. അതുപോലെ അഗബോസ് നടത്തുന്ന വേറൊരു പ്രവചനം, ലോകമാകെ ദേശമാകെ ക്ഷാമമുണ്ടാകുമെന്ന് അഗബോസ് പ്രവചിച്ചു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിങ്ങളൊരു ഭണ്ഡാരം കളക്ട് ചെയ്യണം, അതായത് പാവങ്ങൾക്കുള്ളൊരു ധനശേഖരണം നടന്നു, ഒന്നും അഗബോസ് പറയുന്നില്ല. അഗബോസ് ഒരിക്കലും ആരെയും ഡയറക്റ്റ് ചെയ്യുന്നില്ല, ഇന്നത് ചെയ്യണം ചെയ്യരുതെന്ന് പറയുന്നില്ല, എന്ത് സംഭവിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം പുതിയ നിയമ പ്രവചനം ഇങ്ങനെയുള്ളതാണ്. ഓരോ മനുഷ്യരും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പുതിയ നിയമത്തിൽ വേറൊരാൾ പറഞ്ഞിട്ടല്ല, അവരുടെ ഉള്ളിൽ ആത്മാവ് നൽകുന്ന പരിജ്ഞാനം അനുസരിച്ചാണ്. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? അഗബോസിന്റെ പ്രവചനം കേട്ടു, താങ്ക് യു. ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ പ്രവചിച്ചു, താങ്ക് യു. അതേപോലെ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ആളുകൾ പ്രവചിച്ചു, നിന്റെ കാര്യം പ്രയാസത്തിലാകും എന്ന് പറഞ്ഞു. പൗലോസ് അതെല്ലാം കേട്ടു. പക്ഷെ പൗലോസ് പോണോ വേണ്ടയോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആലോചന പറയാൻ അവരോട് പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, കർത്താവിനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, മരിച്ചാലും സാരമില്ല. ഇതാണ് പൗലോസിന്റെ സ്റ്റാൻഡ്. അപ്പൊ പുതിയ നിയമ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മരണത്തെ നേരിടാനും ജീവനെ അനുഭവിക്കാനും നമ്മളെ ശക്തരാക്കുന്ന പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളാണ് നമ്മുടെ സഭകളിൽ ഇനി ഉണ്ടാകേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് കൃപാവരങ്ങൾ ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനും കാരണം നമ്മൾ ബ്രദറുകാരെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ കൃപാവരങ്ങൾക്ക് മുകളിൽ ബുദ്ധി കൊണ്ടുള്ള ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, നിങ്ങൾ ഈ ജ്ഞാനത്തിൽ നല്ല പ്രസംഗിക്കും. തീർച്ചയായിട്ടും വേദപുസ്തകത്തിലെ ജ്ഞാനമല്ലാതെ വേറൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാനൊരു പുസ്തകം പോലും ഉപയോഗിക്കുന്നില്ല, എൻ്റെ കയ്യിൽ ബൈബിൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ കൃപാവരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷാപരമായ വരങ്ങൾ. ഇന്ന് ഒരു സഭ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നിങ്ങൾ പറഞ്ഞു എന്തൊക്കെ വേണം? ഒരു സഭ ഒരിടത്ത് തുടങ്ങണമെങ്കിൽ ഒരു പാസ്റ്റർ വേണം, അല്ലേ? പിന്നെ എന്തൊക്കെ വേണം? ഒരു കീബോർഡ് വേണം, അതിൽ ട്യൂൺ ചെയ്യാൻ ഒരാൾ വേണം, വേണ്ടേ? അല്ലെ സഭ നടക്കുമോ? നടക്കൂല. ഇത് അടിക്കുന്ന സാധനമാണോ? അതെ. ഡ്രമ്മിൻ്റെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ശബ്ദവും വേണം. ഓക്കെ. നല്ലൊരു സ്പീക്കർ വേണം, മൈക്രോഫോൺ വേണം. ഓക്കെ, മതിയോ? പോരാ. സുവിശേഷകൻ എവിടെ? സുവിശേഷം പറയാനുള്ള കൃപാവരമുള്ള ആളെവിടെ? ഒരു മനുഷ്യനൊരു വീട്ടിൽ ചെന്നിട്ട് ഒരു സുവിശേഷം പറയാനുള്ള ഒരു കൃപാവരമുള്ള ഒരാൾ ഒരു വീട്ടിൽ ചെല്ലുമ്പം രോഗികൾ സൗഖ്യമാവും, ഭൂതങ്ങൾ പുറത്താവും. കാരണം അത് അവിശ്വാസികളുടെ ഇടയിലാണ് സുവിശേഷം ഇറങ്ങി ചെല്ലുന്നത്. അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. ഒരു വിശ്വാസി മരിച്ചാലും സ്വർഗത്തിലോട്ടാണ് പോകുന്നത്. അവന് പേടിക്കേണ്ട കാര്യമില്ല. അവിടെ അല്ല രോഗശാന്തി നടക്കേണ്ടത്. വിശ്വാസിയുടെ ഉള്ളിലല്ല ഭൂതം, വെളിയിലാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷകന്റെ കയ്യിലാണ് ഈ കൃപാവരങ്ങൾ ഉണ്ടാകേണ്ടത്. കാരണം അവർ നടക്കുന്നിടത്താണ് ഇതെല്ലാം നടക്കേണ്ടത്. അപ്പോൾ സുവിശേഷകൻ എന്നുള്ള കൃപാവരം അപ്രത്യക്ഷമായി, ഇന്ന് കാണാനില്ല. ഇന്ന് സുവിശേഷം പറയാനുള്ള ആ ഒരു കോളിംഗ് ഉള്ളവരില്ല. അതുപോട്ടെ. ഇടയൻ മാത്രമേ ഉള്ളൂ. ആ ഇടയൻ എന്നുള്ളിടത്ത് ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ആരാണ് ഇടയൻ? ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചവനാണ് ഇടയൻ. എവിടെയാണ് കൃപാവരം? എവിടെയാണ് ശുശ്രൂഷാവരം? സഹോദരങ്ങളെ, പെന്തക്കോസ്ത് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് ആത്മാവിന്റെ കൃപാവരങ്ങളെ അവഗണിച്ചത് തന്നെയാണ്. അതുപോലെ എവിടെയാണ് ഉപദേഷ്ടാവ്? ആത്മാവിന്റെ ലീഡിങ്ങിനാൽ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവ് എവിടെയാണ്? ഇല്ല. അവരേതെങ്കിലും കമന്ററി ഡിക്ഷണറി വെച്ച് നോക്കിയിട്ട്, അത് നോക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് വായിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ ബൈബിൾ കോളേജിൽ പഠിച്ച പാഠമാണ്. അവർ തന്നെ സുവിശേഷകർ, അവർ തന്നെ പാസ്റ്റർ, അവർ തന്നെ ഉപദേഷ്ടാവ്, അവർ തന്നെ പ്രാർത്ഥനാ വീരന്മാർ, അവർ തന്നെ എല്ലാം നിയന്ത്രിക്കുന്നു, അഡ്മിനിസ്ട്രേഷനും അവർ തന്നെ. കൃപാവരങ്ങൾ എവിടെ? മറ്റുള്ള ശുശ്രൂഷകരെവിടെ? സഹോദരങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ശുശ്രൂഷകരെ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. രോഗശാന്തി വരമുള്ള ഒരാളുണ്ടായാൽ ഈ രോഗശാന്തി വരമുള്ള ആൾ കുറേ ആൾക്കാരെ കൊണ്ട് അങ്ങ് പോകും. പ്രവചനവരമുള്ള ഒരാളുണ്ടായി കഴിഞ്ഞാൽ പ്രവചനം കേൾക്കാൻ ആഗ്രഹമുള്ള കുറേ അമ്മാമ്മമാർ കാണും.
അവരെല്ലാം കൂടെ ഒന്നിച്ചൊരു സഭ തുടങ്ങും. കാരണം ഇന്നത്തെ ഈ പ്രവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രവചനം മാത്രമല്ല, ഇന്നത്തെ ഈ പാസ്റ്റേഴ്സ് ഒരു 90% പ്രസംഗിക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം മക്കളുടെ ഗതി എന്താവും, ജോലി എന്താവും, വീടിൻ്റെ കാര്യം എന്താവും എന്നുള്ള ആങ്സൈറ്റി കൂടുതൽ അവർക്കാണ്. പുരുഷന്മാർക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഫുട്ബോൾ മാച്ച് കഴിയുമ്പോൾ അവർ ആങ്സൈറ്റി മറക്കും. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അവർക്ക് എന്ത് ഫുട്ബോൾ മാച്ച് കണ്ടാലും ആങ്സൈറ്റി പോവില്ല, അതിങ്ങനെ ഉള്ളിൽ കിടക്കും. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രവാചകന്മാർ പ്രസംഗിക്കും നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെന്നൊക്കെ പറയുമ്പോൾ കരയുന്ന ആരാ? പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. അവർക്ക് വേണ്ടിയുള്ളതാണിത്. മക്കളെക്കുറിച്ച് ആരാ കരയുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രവചനങ്ങളെല്ലാം എന്താ പറയുന്നത്, ആളുകൾ വിട്ടുപോകാതിരിക്കാനും ഭയപ്പെടുത്തുന്നത് ആരാ? നിങ്ങൾ അഭിഷിക്തനെതിരെ സംസാരിച്ചാൽ കൂടുതൽ പേടിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ? അപ്പം മതം എന്ന് പറയുന്നതിൽ ഏറ്റവും ഈസി ആയിട്ട് വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളാണ്. സഹോദരിമാരെ, നിങ്ങളെ ഇവർ വഞ്ചിക്കാതിരിക്കാൻ നോക്കിക്കോ. കാരണം നിങ്ങൾ അബലരെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ കൃപാവരങ്ങളെല്ലാം ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പാസ്റ്റർ തന്നെ സുവിശേഷകൻ, പാസ്റ്റർ തന്നെ പ്രവാചകൻ, പാസ്റ്റർ തന്നെ പ്രസംഗൻ, പാസ്റ്റർ തന്നെ രോഗശാന്തി, പാസ്റ്റർ തന്നെ എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം പുള്ളി ചെയ്യുന്നത് ആത്മാവ് പറഞ്ഞുകൊണ്ടല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടാണ്. എന്നിട്ട് പറയാണ് ആത്മാവില്ല. ഇവർ വിചാരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ചെണ്ട അടിച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും കൺട്രോൾ പോകുന്നതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ കൺട്രോൾ പോയ ഒരൊറ്റയാൾ പുതിയ നിയമത്തിലില്ല, ഒരൊറ്റയാളില്ല. കൊരിന്ത് സഭയിൽ എല്ലാവരും അന്യഭാഷ പറയായിരുന്നു. ആരെങ്കിലും ചാടി മറിഞ്ഞായിട്ടൊന്നും അവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചാടിക്കോ മറിഞ്ഞോ തുള്ളു, പക്ഷെ അതിന് ആത്മാവെന്ന് വിളിക്കരുത്. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചാടിയെന്ന് വരും, ബഹളം വെച്ചെന്ന് വരും. ഈ ബഹളം വെച്ചില്ലെങ്കിൽ ആത്മാവില്ലെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴുള്ള പ്രോബ്ലം, ഇതൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ ചിട്ടയിൽ നിന്നും കൃപാവരങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. സഹോദരങ്ങളെ, ഒന്ന് നമ്മുടെ സ്ട്രക്ചർ തന്നെ പ്രശ്നത്തിലായിരിക്കുന്നു. ഇനി തിരുത്തപ്പെടാൻ പറ്റാത്തതുപോലെ ഒരു സംഘം അങ്ങനെ പോയി കഴിഞ്ഞു, ഇനി അവർക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല. രണ്ടാമത്തത് ഈ പ്രൊഫഷണൽ പാസ്റ്റേഴ്സ്. ഇനി പ്രൊഫഷണൽ പാസ്റ്റേഴ്സ് മാത്രമല്ല, നമ്മുടെ സഭകളിലെല്ലാം വളർന്നു വരുന്നൊരു വിഭാഗമാണ് എല്ലാം പ്രൊഫഷണലിസമാണ്. എല്ലാം പാട്ട് പാടുന്നത്. നമുക്ക് വല്ലതും പാടാൻ പറ്റുമോ? ഞങ്ങൾക്കൊന്നും പാടാനേ പറ്റത്തില്ല. ഇന്ന് പഴയ പാട്ടുകളിലും ട്യൂണിലൊന്നും അല്ല ഇന്നിപ്പോൾ ആൾക്കാർ പാട്ട് പാടുന്ന പോലും. അവരൊക്കെ ഈ ഓർക്കസ്ട്രയുമായിട്ട് സിങ്ക് ആവുന്ന ട്യൂണുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പഴയ വന്ദനം യേശുവര പാടിയാലൊന്നും ഇന്ന് ഒരു മൈൻഡില്ല ആർക്കും. കാരണം അതുകൊണ്ടൊന്നും എങ്ങും എത്തുകയില്ല. ഞാനൊരു ചർച്ചിൽ ചെന്നപ്പം അവിടെ വലിയൊരു മൈക്രോഫോൺ, വലിയ ഭയങ്കര ഒരു സ്പീക്കർ, ഇത്രയില്ല, ചെറിയൊരു ഹോളാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു 3 മാസത്തേക്ക് ഈ സാധനം ഒന്ന് മാറ്റി വയ്ക്കാമോ, ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ അവർ ചായ എന്താ, അത് എൻ്റെ പറപറ ശബ്ദം കൂടെ കർത്താവ് ഒന്ന് കേൾക്കണ്ടേ? എനിക്ക് നിങ്ങളെ പോലെ പാടാൻ കഴിയില്ല. ഞാൻ ഹല്ലേലൂയാന്ന് അലറിയാ പോലും എൻ്റെ ശബ്ദം എനിക്ക് പോലും കേൾക്കാൻ വയ്യ. അപ്പൊ പാട്ട് മുഴുവൻ ആര് തട്ടിക്കൊണ്ടുപോയി? പ്രൊഫഷണൽസ്, പാടാൻ അറിയാവുന്നവർ. നമുക്ക് പാടാൻ അറിയില്ല, ഹൃദയനുറുക്കമുണ്ട്, പക്ഷെ നമ്മുടെ പാട്ട് സഭയ്ക്ക് വേണ്ട. പിള്ളേര്, നമ്മുടെ യൗവനക്കാര്, അവർക്ക് പാട്ട് പാടാനും കീബോർഡ് വായിക്കാൻ അറിയാമെങ്കിൽ സഭയ്ക്ക് അവരെ വേണം. അല്ലെങ്കിൽ ആ പിള്ളേരെ കൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എല്ലാം പ്രൊഫഷണൽസാണ്. പ്രാർത്ഥിക്കുന്നത് പ്രൊഫഷണൽ, അത് ആ ശബ്ദമൊക്കെ കറക്റ്റ് ആയിരിക്കണം. നുറുങ്ങിയ ഹൃദയങ്ങളല്ല, പഠിച്ച് തികഞ്ഞ ജഡങ്ങളാണ് ഇന്ന് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് കൃപാവരങ്ങൾ ഇല്ലാതെ പോകുന്നുള്ളതിൻ്റെ വേറെ അടയാളം. പാട്ട് പാടുന്നത് ഭക്തന്മാരല്ല, പാട്ട് പാടുന്നത് വർഷിപ്പ് ലീഡേഴ്സാണ്. ഇതെല്ലാം പ്രൊഫഷണൽസാണ്, അവരെല്ലാം പഠിച്ചവരാണ്, അവരുടെ പാഠങ്ങളാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്, ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്, ഇതെല്ലാം കേട്ട് മഹത്വപ്പെടുന്നത് ഇവരാണ്. ഇവരുടെ സ്കില്ലാണ്, ഇവരുടെ ടാലൻറ്റുകളാണ് നമ്മളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ വിളിച്ചാൽ മതി, അവരാണ് നല്ലതുപോലെ പാടുന്നത് എന്ന് പറയുമ്പം അവരുടെ സ്കില്ലിനെയാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ ആത്മാവിനെ നിഷേധിച്ച് കളഞ്ഞ് നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടമായി, നാഥനില്ലാത്ത ഒരു കൂട്ടമായിട്ട് ഈ പെന്തക്കോസ്ത് സഭ പലതായിട്ട് ചിതറി ചിന്നിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യകാലത്ത് കർത്താവ് പറഞ്ഞ പോലെ, ലാവോദിക്യ സഭയോട് പറയുന്നത് പോലെ, കർത്താവിനെ കുറിച്ച് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മൾ അങ്ങോട്ട് വരികയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്ട്രക്ചറൽ പ്രോബ്ലംസിനെ കുറിച്ചാണ്. നമുക്കറിയാം, പണ്ട് യാക്കോബള്ളിലൊക്കെ പോകുന്നതിനെ കുറിച്ച് കാനമച്ചൻ പണ്ടൊരു തമാശ പറഞ്ഞാണ്. തമാശ എന്ന് പറയാൻ പറ്റത്തില്ല, അത് എന്നാലും അദ്ദേഹം പറഞ്ഞു, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എല്ലാ ഞായറാഴ്ചയും 4 ഓണമാണ്. വന്നോണം, നിന്നോണം, കണ്ടോണം, പൊക്കോണം. ഒന്നും ചെയ്യാനില്ല. ഞാൻ ആലോചിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ടെന്ന്. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഓരോ ഓണം കൂടെ നമുക്ക് കൂടി വയ്ക്കാതെ ഇങ്ങനെയായിരിക്കും: വന്നോണം, ഇരുന്നോണം, നിന്നോണം, ഇട്ടോണം എന്നും കൂടെ ഉണ്ട്, ഇട്ടോണം, പൊക്കോണം. ഇത്രയേ ഉള്ളൂ. ഒന്നും ചെയ്യാനില്ല, പാടണ്ട. പ്രാർത്ഥിക്കാൻ തന്നെ ഗസ്റ്റ് പാസ്റ്റർമാർ 3-4 പേര് കാണും, അവർക്ക് തന്നെ ടൈം കൊടുക്കണം. അപ്പം പിന്നെ ഈ ഇതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യമാണ് ഞാൻ പറയാം. രസം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇത് ഗതികേട് കൊണ്ടാണ് ഈ രസം എന്ന് പറയുന്നത്. ഞാനൊരു 40 വർഷം പഴക്കമുള്ള ഒരു ചർച്ചിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയി. അപ്പോൾ ചർച്ചിൽ ഞായറാഴ്ച സർവീസ് നടക്കുകയാണ്. ഞായറാഴ്ച സർവീസ് നടക്കുമ്പോൾ പാസ്റ്റർ തന്നെയാണ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്, പാസ്റ്റർ തന്നെയാണ് പാടുന്നത്, പാസ്റ്റർ തന്നെയാണ്
പാസ്റ്ററുടെ മക്കളൊക്കെ ചേർന്നാണ് പാടുന്നത്. അത് കഴിയുമ്പോൾ പാസ്റ്റർ തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടന്നത്, പാസ്റ്റർ തന്നെയാണ് സങ്കീർത്തനം വായിക്കുന്നത്, പാസ്റ്റർ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അന്ന് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചെന്ന് മാത്രം, ബാക്കി എല്ലാ പാസ്റ്ററാണ് ചെയ്യുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയും പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. ഇറങ്ങി വരാൻ നേരത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാക്ഷ്യവും പ്രബോധനമൊന്നുമില്ല. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, പാസ്റ്ററെ ഒരൊറ്റയാൾ 1 മിനിറ്റ് സാക്ഷ്യം പറയാൻ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എല്ലാം പാസ്റ്റർ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ പോലും വന്നെഴുന്നേറ്റൊന്നൊരു സാക്ഷ്യം പറഞ്ഞു, ഒരു വാക്ക് പറയുന്ന, ഒരു വചനത്തിൽ നിന്നൊരു ഒന്നും പറയാനില്ലാതെ ഇത്ര ദരിദ്രമായി പോയത് എങ്ങനെയാണ്? ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ 3 വർഷത്തേക്കാണ് എൻ്റെ നിയമനം, 2.5 വർഷം ഒരു കുഴപ്പമില്ലാതെ ഞാൻ കൊണ്ടുപോയി, ഇനി ആകെ 5-6 മാസമേ ഉള്ളൂ, ഇതിനിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ ഞാനില്ല. അപ്പോൾ എന്ത് പ്രോബ്ലം? പുള്ളി പറഞ്ഞു, ഒരാൾ പ്രബോധനം പറയാൻ എഴുന്നേറ്റാൽ അവിടെ അടിയായിരിക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 40 വർഷം എത്രമാത്രം പണമാണ് അവർ മുടക്കിയത്? ബാൽക്കണിയുള്ളൊരു ചർച്ച്, ഓക്കെ, അവർ സമയം പോകുന്ന പണം പോകുന്ന പോട്ടെ, അവരുടെ സ്തോത്ര കാഴ്ച, ദശാംശം, പിന്നെ അവരുടെ സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കുന്നത്, അതൊക്കെ കൂടാതെ ചെലവാക്കുന്ന സമയം, എന്തുമാത്രം സമയമാണ് ഈ ജീവിതത്തിനകത്ത് ഇവർ പോയി വചനം കേൾക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപവാസം എടുക്കാൻ വേണ്ടി ചെലവഴിച്ചത്? ദിവസങ്ങൾ. എന്നിട്ട് അവസാനം 40 വർഷം കഴിഞ്ഞപ്പം ഇവർക്കുണ്ടായ ആത്മീക വളർച്ച എന്താണെന്നറിയോ? അയാൾ എഴുന്നേറ്റ് നിന്ന് വചനം സംസാരിച്ചാൽ അവിടെ അടിയായിരിക്കും. അതാണ് ആത്മീക വളർച്ച. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമയനഷ്ടം, പണം നഷ്ടം, മതം മൊത്തം നഷ്ടം. ഞാൻ ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് പണം തരുന്ന ഇവർ കടയിൽ പോയി 5 രൂപ കൊടുത്താൽ ഒരു ചോക്ലേറ്റ് എങ്കിലും കിട്ടും. പക്ഷെ ഇവിടെ ഇത്രയും നാളും ഈ സഭയിൽ നിന്നിട്ട് അവർക്ക് അവരുടെ കൃപാവരം എന്താണെന്ന് കണ്ടുപിടിക്കാനോ, ക്രിസ്തുവിൽ എങ്ങനെയാണ് വളരേണ്ടതെന്ന് മനസ്സിലാക്കാനോ, അവിടെ ഇരിക്കുന്ന മുറിവേൽക്കുന്ന ഒരാളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് പറയാനോ ഒരു വാക്യം പോലും എഴുന്നേറ്റ് പറയാൻ ഭയപ്പെടുന്ന, അല്ലെ അവർ എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റർമാർ ഭയപ്പെടുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത അപകടകരമായ കാര്യം. ഇത് ഞാൻ പറയാൻ കാരണം, സഭകൾ ഇന്ന് അന്ത്യകാലത്ത് ചിന്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ സ്ട്രക്ചർ നമ്മളെ തകർത്തതെന്നും, എങ്ങനെയാണ് ഈ കൃപാവരങ്ങളെ നിഷേധിക്കുന്നത്, എന്തുകൊണ്ടാണ് കൃപാവരങ്ങൾ ഉള്ളവരെ നമുക്ക് വേണ്ട? കാരണം അവർ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയമാണ്, നമ്മുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നിഷേധിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ അന്ത്യകാലത്ത് സഭ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാമോ, ഏറ്റവും ശക്തമായി വളരുന്ന സഭകളിൽ ഒന്നാണ് ചൈനയിലെ സഭ എന്ന് പറയുന്നത്. അതുപോലെ പല രാജ്യങ്ങളിലും സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത അനേകം രാജ്യങ്ങളിൽ ശക്തമായ സഭകളുണ്ട്. അതെല്ലാം രഹസ്യ സഭകളാണ്. ചൈനയിൽ പരസ്യമായിട്ട് സഭ നടത്താൻ സാധിക്കില്ല. രഹസ്യ സഭകൾ അനേകമുണ്ട്, ഹൗസ് ചർച്ചുകൾ അനേകമുണ്ട്. ഗവൺമെൻറ് എത്ര വിചാരിച്ചാലും ഈ സഭയെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പ്രത്യേക തരം മെക്കാനിസമാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പലരും വിചാരിക്കുന്നത് ഈ മതപരമായ എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ, ഗവൺമെന്റിന്റെ എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ സഭ തകർന്നു പോകുന്നതാണ്. തകർന്നു പോകുന്ന എന്തായിരിക്കും അറിയോ? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറുകളാണ് തകരാൻ പോകുന്നത്. മനസ്സിലായോ? നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തേക്കാം. നമ്മുടെ സംഘടനകൾ ചിലപ്പോൾ ഇനി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. അങ്ങനെ നമ്മൾ പുറമേ ഉള്ള സ്ട്രക്ചറുകളെല്ലാം ഗവൺമെന്റിന് തടസ്സപ്പെടുത്താം. പക്ഷേ എന്നോട് പ്രാർത്ഥിക്കരുതെന്ന് പറയാനൊരു ഗവൺമെന്റും ഇല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ കൂടിയിരുന്ന് സ്തോത്രം ചെയ്യരുതെന്ന് പറയാൻ ഒരു ഗവൺമെന്റിന് സാധിക്കില്ല. കാരണം ഒരിക്കലും സഭ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ആ സ്ട്രക്ചറാണ് സഭയെന്നാണ്. പക്ഷെ സഭ ആ സ്ട്രക്ചറല്ല. കർത്താവിനെ വിളിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ആ സഭ എന്ന് പറയുന്നത്. അതിനെ തൊടാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അപ്പം നമ്മൾ അന്ത്യകാലത്ത് ഭയങ്കര പോരാട്ടമെന്ന് പറയരുത്. ഒരു പോരാട്ടവും വെളിയിൽ നിന്ന് വരുന്നില്ല. അതെല്ലാം ജയിക്കാൻ സഭയ്ക്ക് ശക്തിയുണ്ട്. കാരണം പുറമേ നിന്നുള്ള ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം അതിന് ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും പാഷനേറ്റ് ആയിട്ട് വിശ്വസിക്കുന്നവർ പല സ്ഥലത്തുള്ളത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ, ചൈന പോലുള്ള രാജ്യങ്ങളിലുള്ള വിശ്വാസികൾ അവരാരാധിക്കാൻ വേണ്ടി റിസ്ക് എടുത്തും കഷ്ടപ്പെട്ടും ചെയ്യുമ്പോൾ, ഇന്നറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ മിഷണറിമാരെ അയക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ഗവൺമെന്റിന് അറിയില്ല. അവർ പണിക്കാരായിട്ടൊക്കെ പല സ്ഥലത്തും പോയി മിഷണറി വേല ചെയ്യാം. വേറെ പല രാജ്യങ്ങളിൽ പോയി അവർ കൂലിവേല ചെയ്ത് സുവിശേഷം പറയാൻ വേണ്ടി പോകുന്ന, കൂലിവേല ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന അനേകം മിഷണറിമാർ, ഇന്ന് ചൈനയും കൊറിയയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാരെ അയക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അവിടുത്തെ ചർച്ചിന് പണം കൊണ്ടുള്ള അധികാരമില്ല, സ്ട്രക്ചർ ഇല്ല, അവർക്ക് ഞങ്ങൾ ഈ വിഭാഗക്കാർ എന്ന് പറയാനുള്ള അഭിമാനമില്ല. ഏതെങ്കിലും വിഭാഗം എന്ന് പറഞ്ഞാൽ ഉടനെ അകത്ത് പോകും. അവർക്ക് വിഭാഗങ്ങളില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് മാത്രമുള്ള ഒരു സഭ എന്ന് പറയുന്നത്, ഐ ഡോണ്ട് ഹാവ് എനി അതർ പ്രോപ്പർട്ടി, എനിക്ക് കർത്താവ് അല്ലാതെ ഒരു സ്വത്തുമില്ല
എന്ന് സഭ പറയുമ്പോഴാണ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ വലിയൊരു തകർച്ചയിലൂടെ, ഒരു ബ്രോക്കൺനെസ്സിലൂടെ ഇന്നത്തെ സഭകൾ കടന്നുപോയാൽ മാത്രമേ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കർത്താവല്ലാതെ ആരുമില്ല എന്ന് പറയണമെങ്കിൽ ആ ഒരു ബ്രോക്കൺനെസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ സഭയുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ സഭയോട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സുബോധം ഉണ്ടാകേണ്ടതും ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ രണ്ട് കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും മറ്റതിൻ്റെ ശുശ്രൂഷകളെ കുറിച്ചുമാണ്. ഇനി അടുത്തത് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഈ സഭയിൽ ഉപദേശം എന്താണ് എന്നുള്ളതാണ്. ഈ ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവാണ് സഭയുടെ തല എന്നുള്ളത് ഒരിക്കലും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ലാത്തൊരു സത്യമാണ്. അതായത് ദ ചർച്ച് ഓൾവേസ് ഫോക്കസ് ഓൺ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് അലോൺ. ക്രിസ്തു തലയായ അനേക അവയവങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ബോഡിയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഭയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, അല്ലേ? അപ്പം നമ്മൾ സാധാരണ പറയുന്നത് എന്നതാണ്? ഈ വാതിക്കൽ നിന്ന് മുട്ടുന്നത് എന്തിൻ്റെ വാതിക്കല? ഹൃദയത്തിൻ്റെ വാതിക്കൽ എന്നാ പറയുന്നത്. മിക്കവാറും ആൾക്കാരെല്ലാം പറയുന്നത് കർത്താവ് ഇങ്ങനെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരിക്കും കർത്താവ് മുട്ടുന്നത് ഹൃദയത്തിൻ്റെ വാതിൽക്കലല്ല. കർത്താവ് ശരിക്കും മുട്ടുന്നത് സഭയുടെ വാതിൽക്കലാണ്. ലാവോദിക്ക സഭയുടെ ദൂതന് എഴുതുക, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പോൾ സഭയുടെ ദൂതനോട് പറയുന്നത് ഞാൻ എവിടെ നിന്നാണ് മുട്ടുന്നത്? സഭയുടെ വാതിൽക്കൽ. അപ്പോൾ സഭയുടെ വാതിൽക്കൽ നിന്ന് കർത്താവ് മുട്ടണമെങ്കിൽ കർത്താവ് അകത്താണോ പുറത്താണോ? വാതിൽക്കൽ നിന്ന് ഒരാൾ മുട്ടണമെങ്കിൽ അകത്തായിരിക്കും പുറത്തായിരിക്കും? നിങ്ങൾ ആരെങ്കിലും ഒരു വീട്ടിനകത്ത് കയറിയിട്ട് വാതിൽ മുട്ടുമോ? ഇന്നേവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വീട്ടിനകത്ത് കയറിയിട്ട് പുറത്തോട്ടുള്ള ഡോറിൽ മുട്ടി എത്ര പേരുണ്ട്? ഒരാവശ്യമില്ല. നമ്മൾ വെളിയിൽ നിന്നേ മുട്ടുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ അകത്ത് കയറിയിട്ടാണ് മുട്ടുന്നത്. അപ്പോൾ ലവോദിക്ക സഭയുടെ ദൂതനോട് പറയാണ്, ഇതാ ഞാൻ വെളിയിൽ നിന്ന് മുട്ടുന്നു, വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കർത്താവ് അകത്തില്ല, പുറത്താണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? കർത്താവ് അകത്തില്ല, പുറത്താണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങളൊരു സാധാരണ പെന്തക്കോസ്ത് ചർച്ചിലേക്ക്, ഞാൻ ഈ പെന്തക്കോസ്ത് സഭയുടെ കുറ്റം പറയല്ല, ഇനി രക്ഷപ്പെടണമെങ്കിൽ ആ സഭയ്ക്ക് രക്ഷപ്പെടാൻ എളുപ്പം, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരു പെന്തക്കോസ്ത് സഭയിലോട്ട് നിങ്ങൾ ഞായറാഴ്ച കടന്നു ചെല്ലുകയാണ്. ചെന്ന് കഴിയുമ്പം അവിടെ കാണുന്ന കാഴ്ച, ശരിക്കും പറഞ്ഞ് എനിക്ക് ഞായറാഴ്ച ഈ സഭകളിൽ പോകാൻ ഭയങ്കര വിഷമമാണ്. നമ്മൾ വന്ന് കയറുന്ന ഒരു പാട്ട് പാടുന്നു, 2 പാട്ട് പാടുന്നു, പ്രാർത്ഥിച്ചിട്ട് 2 പാട്ട് പാടുന്നു, അല്ലെങ്കിൽ 2 3, ചില സഭകളിൽ 3 പാട്ട് പാടുന്നു. ഉദാഹരണത്തിന് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അല്ലെങ്കിൽ യാഹു നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, അല്ലേ? അങ്ങനെയൊക്കെയല്ല പാട്. എന്താ പിന്നൊരു പാട്ടുണ്ടല്ലോ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, പാട്ടൊക്കെ പാടി അവസാനം നല്ലപോലെ കൈയടിച്ചു. കുറച്ച് നേരത്തേക്ക് സുബോധമൊക്കെ പോയി, നമുക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു ലഹരി പോലെ. നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ സുബോധം പോയി പിന്നെയും മോണി കള്ളു കുടിക്കുന്നവർക്ക് അതേ ഫീലിംഗ് തന്നെയാണ്. പിറ്റേ ആഴ്ച അതേ ഒരു ബൂസ് കിട്ടിയില്ലെങ്കിൽ, അതേ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആരാധന ശരിയായില്ലായിരുന്നു പറയും. പക്ഷെ നമ്മൾ ശരിക്കും ആരാധിച്ചോ ഇല്ലയോ എന്ന് ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് നമ്മൾ ശരിക്കും കർത്താവിനെ സ്തുതിച്ചോ മഹത്വപ്പെടുത്തിയോ നമ്മൾ അവനെ സ്തോത്രം ചെയ്തോ ഇതൊന്നും നമുക്ക് അറിയത് പോലുമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പ്രസംഗമാണ് ദാവീദിനെ കുറിച്ചാണ്, സങ്കീർത്തനത്തിൽ നിന്നാണ്. ഇപ്പോൾ ദാവീദ് വീണതും എഴുന്നേറ്റതും ഓടിയതും ഡാൻസ് ചെയ്തതും ഗോലിയാത്തിനെ കൊന്നതും ഊര്യാവിനെ കൊന്ന ശേഷം അവന് മാനസാന്തരം ഉണ്ടായപ്പം പറഞ്ഞതും, പിന്നെ ഭ്രാന്തായിട്ട് അഭിനയിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ല വർണ്ണാഭമായി പ്രസംഗിച്ച് അത് കഴിഞ്ഞപ്പം സാക്ഷ്യത്തിൻ്റെ സമയം. സാക്ഷ്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാക്ഷ്യമൊക്കെ പറയാൻ എല്ലാവർക്കും കൊണ്ട് പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ വിസ ശരിയായിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ എക്സാമിനേഷൻ അടുത്ത ആഴ്ചയാണ്, പ്രാർത്ഥിക്കണം. അതുപോലെ എൻ്റെ അയൽവക്കക്കാരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ എനിക്ക് കുടിച്ചിട്ട് എപ്പോഴും എൻ്റെ ഭർത്താവ് വീടിയാണ്, പ്രാർത്ഥിക്കണം. അതുപോലെ എൻ്റെ സാമ്പത്തിക പ്രശ്നമാണ്, കടഭാരമാണ്, പ്രാർത്ഥിക്കണം. പിന്നെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. പിന്നെ അടുത്തത് പ്രസംഗത്തിന് ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് പാസ്റ്റർ എവിടെന്നെങ്കിലും ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടാവും. പുള്ളി ശരിക്കും ഇയ്യോബിൻ്റെ കഥ പറയുന്നതിൻ്റെ എക്സ്പേർട്ടായിരിക്കും. അല്ലെങ്കിൽ പുള്ളി 3 പേരെ സിംഹക്കുടിയിലിട്ടതിൻ്റെ, അല്ലെങ്കിൽ ഈ അവസാനം കെട്ടിടം പണി, നമ്മുടെ ആലയം പണിയുടെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. റിസ്റ്റോറേഷൻ, അതായത് നമുക്ക് ആലയം പുനഃപ്രതിഷ്ഠ ഉണ്ടല്ലോ, എസ്രാ നെഹമയ, അതൊക്കെ ആയിരിക്കും പുള്ളിയുടെ വിഷയം. അല്ലെങ്കിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളൊക്കെ ആയിരിക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ നമ്മുടെ കൂടെ 2 യഹൂദന്മാരുണ്ടായിരുന്നു, ചുമ്മാ സങ്കല്പിച്ചു. അപ്പോൾ ഒരു യഹൂദൻ മറ്റേ യഹൂദനോട് പറയും, എടാ നമ്മളെന്തിനാണ് ഈ കൊച്ചി സിനഗോഗ് വരെ പോകുന്നത്? നമുക്കിവിടെ ഈ കോട്ടയത്ത് കൂടിയാൽ പോരെ. അതെങ്ങനെ? ഇത് പെന്തക്കോസ്ത്, ഇത് തീവ്രവാദി ക്രിസ്ത്യാനികളാണ്, നീ എന്തോ പറയുന്നത്? ക്രിസ്ത്യാനികളോ? അവര് ഈ 3 മണിക്കൂറായിട്ട് യേശു ക്രിസ്തു എന്നൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ കേട്ടോ?
ഒരു പാടിയ പാട്ട് കേട്ടില്ലേ, യഹോവ ദൈവമാം വിശുദ്ധ, അത് നമ്മളല്ലേ? അത് ശരിയാണല്ലോ. യാഹ് നല്ല ഇടയൻ, അത് നമ്മുടെ സങ്കീർത്തനല്ലേ? അത് ശരിയാണല്ലോ. മനോഹരം യാഹേ നിന്റെ ആലയം, നമ്മുടെ ആലയം, നമ്മുടെ സങ്കീർത്തനം, ശരിയാണല്ലോ. അവർ പറഞ്ഞ പ്രസംഗം കേട്ടോ, ദാവീദ്, മോശെ, ഗോലിയാത്ത്, എവിടെ ക്രിസ്തു എവിടെയായിരുന്നു? അത് ശരിയാ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ടേ? അപ്പം നമുക്ക് ഇടർച്ചയായിട്ടുള്ള ക്രിസ്തു ഇവർക്കും ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ കൂടിയേക്കാമെന്ന് യഹൂദന്മാർ ചിന്തിച്ചാൽ എന്തെങ്കിലും വിഷമമുണ്ടോ? സഹോദരങ്ങളെ, വർഷങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ പോയാലും ഒരു കുറ്റബോധവുമില്ല. ഞങ്ങൾ കർത്താവിനെ കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയാനും വയ്യ. അതാണ്, ഞങ്ങൾക്ക് കർത്താവ് ഇല്ലെന്നും കർത്താവ് വെളിയിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുവാന്നും സഭയിൽ നിന്ന് കർത്താവിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഗിരിപ്രഭാഷണമൊക്കെ പ്രസംഗിച്ചാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ച് പണ്ടേ വിട്ടതാണെന്നും നമ്മൾ പോലും അറിയുന്നില്ല. അതാണ് ഈ അന്ത്യകാലത്തിൻ്റെ ഒരു ചതി എന്ന് പറയുന്നത്. വി ഹാവ് റിജക്റ്റഡ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. ഞാനൊരു മിഷനിലുള്ള 2-3 പേരോട് സംസാരിക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നെയ്വിറ്റി എന്ന് പറയും, ഞാൻ അവരോട് ചോദിച്ചു കർത്താവില്ല പിന്നെ എന്തിനാണ്? അന്നേരിക്കും പിന്നെ ബിസിനസ് മീറ്റിങ്ങിനിടയിൽ വന്ന് അവിടുത്തെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഇത് വേറെ. അപ്പം നമ്മൾ ഈ കർത്താവിൻ്റെ ആ വിശ്വാസത്തിൽ നിന്നും കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴികളിൽ നിന്നെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും കുറ്റം പറഞ്ഞിട്ട് ഇയാളങ്ങ് പോയാൽ ഞങ്ങൾ എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തുള്ള പോസിറ്റീവ് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ അന്ത്യകാലത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രക്ഷപ്പെടാനുള്ള വഴി പറയുന്നതിന് മുൻപ് ഒരു അപകടത്തെക്കുറിച്ചും കൂടെ പറയുവാനുണ്ട്. ആ അപകടം എന്താണെന്നും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഉപദേശപരമാണ്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉപദേശപരമല്ല, അതിൻ്റെ ബാഹ്യമായ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ പ്രാക്ടീസസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉപദേശപരമായി നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് 8 അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മാനസാന്തരം, മറ്റൊന്ന് സ്നാനം, പരിശുദ്ധാത്മ പ്രാപണം, വേർപാട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പനുറുക്കൽ, പ്രാർത്ഥന. 8 8 ഈ 8 ആദ്യത്തെ 4 കാര്യങ്ങൾ, അതായത് മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ പ്രാപണം, വേർപാട്, ഇത് 4ഉമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അതായത് നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ചർച്ചിലേക്ക് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഒരാൾ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അവർ ആത്മാവിനെ പ്രാപിച്ച് ജീവിതം ആരംഭിക്കുന്നു, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നു, അവർ ഒരു വേർപെട്ട് സഭ ഉണ്ടാകുന്നു. ഇതാണ് അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനൊരു സഭ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? അതാണ് നമ്മുടെ പ്രശ്നം. 42-ാം വാക്യത്തിൽ പറയുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെയുണ്ട്? അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞാൽ പിന്നെ റോമാ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ അപ്പോസ്തലന്മാരെഴുതിയ ലേഖനങ്ങളാണ് ഒരു സഭയിലേക്ക് കടന്നു വരുന്ന ഓരോ വിശ്വാസിയും ഉപദേശ രൂപമായി പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം. അപ്പോൾ ഈ ഉപദേശം ആരൊക്കെ പഠിക്കണം? ഈ ഉപദേശം ആരെല്ലാം വിശ്വാസത്തിൽ വന്നോ, ആരെല്ലാം ആത്മാവിനെ പ്രാപിച്ചോ, അവരെല്ലാവരും ഏറ്റവും ഫൗണ്ടേഷണലായിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ആ ഉപദേശമാണ് റോമാ ലേഖനം മുതൽ നമ്മൾ യൂദായുടെ ലേഖനം വരെ വായിക്കുന്നത്. ഇത് പഠിക്കാതെ ഒരു സഭയ്ക്കും എന്താണ് വിശ്വാസമെന്നോ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്നോ മനസ്സിലാവുകയില്ല. നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണമെന്ന് മാത്രം പല ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ. കള്ളം പറയരുത്, അങ്ങനെയൊക്കെ. പക്ഷെ ഇതിനുള്ളിൽ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള അപ്പോസ്തലന്മാർക്ക് അത്ഭുതകരമായി വെളിപ്പെട്ട, നമ്മളെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ള, നമ്മളെ കർത്താവിന് മുമ്പിൽ നിർത്തുവാൻ സാധിക്കുന്ന തേജസ്സിന്റെ സുവിശേഷം ഈ അപ്പോസ്തലന്മാർ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മിസ്സായി പോകുന്നവരാണ് ഇന്ന് വലിയൊരു കൂട്ടം ജനവും. നിങ്ങൾക്കറിയാമോ, ഇന്ന് വില കൊടുത്ത് പല മതങ്ങളിൽ നിന്ന് മതം മാറി ഇതിനകത്ത് വന്നിട്ട് ഈ മതം മാറ്റിയവരെക്കാളും ഇരട്ടിച്ച നരകയോഗ്യരായി അവരെന്താണ് കാര്യമെന്ന് ഗ്രഹിക്കാതെ ജീവിക്കുന്ന അസംഖ്യം ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് ഇതെത്ര അപകടകരമാണ് എന്നുള്ളതിലേക്ക് ഞാൻ ചിന്തിക്കാനുള്ള കാരണം. സഹോദരങ്ങളെ, അപ്പോസ്തലിക ഉപദേശം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എങ്ങനെയാണ് നമുക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. നമുക്ക് അപ്പോസ്തലിക ഉപദേശം മനസ്സിലായില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമ്മളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ കഴിവുള്ള ഒരൊറ്റയാൾ പോലും ഈ ലോകത്തൊരിടത്തും ഇല്ല. ഓക്കെ, പല ആൾക്കാരും പറയാറുണ്ട് വിശ്വാസവും പ്രവൃത്തിയും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്തു പ്രവൃത്തി എന്നൊരു ചോദ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് എന്തു പ്രവൃത്തി? അപ്പോൾ അവർ പറയും കള്ളു കുടിക്കരുത്, മോശമായി നടക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മര്യാദയ്ക്ക് ജീവിക്കണം. അതൊക്കെ അരുത് 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 അരുതുകളാണ് അല്ലേ? ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. എന്ത് ചെയ്യണം? ഈ ചെയ്യണമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ എല്ലാം ചെയ്യണം ചെയ്യണം ചെയ്യണം, മിക്കതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചെയ്യരുതെന്നുള്ളതും ഉണ്ട്. പക്ഷെ അതെല്ലാം അതിഭയങ്കരമായ കഠിനമായ കാര്യമാണ്. ഞാൻ ഇത്രയും നാളായിട്ട് പലരുടെയും ജീവിതകഥ വായിച്ചിട്ടുണ്ട്, പലരെയും കണ്ടിട്ടുണ്ട്, പലരോടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോടും ചോദിക്കുന്നു. കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പന അനുസരിച്ചിട്ടുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ലോകത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതായത് നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് തോറ്റ ആളാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2007 ഞാനിങ്ങനെ ആലോചിച്ച്, ഈ കണ്ണുള്ളതുകൊണ്ടാണല്ലോ പാപം എല്ലാം ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരു 95% പാപം കണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈൽസ് കാണുമ്പോൾ ഈ ടൈൽസ് തന്നെ നമ്മുടെ വീട്ടിലിടണം എന്ന് തോന്നുന്ന കണ്ണുള്ളതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഏത് ടൈൽസാണ് എന്താ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ കസേരക്കെല്ലാം ഒരേ കളർ വേണം, നമുക്ക് നിർബന്ധമുണ്ടോ? കണ്ണില്ലെങ്കിൽ ഉണ്ടോ? ഇല്ലയോ? ഇല്ല. നമ്മൾ ഏത് പെയിന്റ് അടിച്ചെന്ന് പോലും നമ്മൾ നോക്കണ്ട, ഏത് ഷർട്ടാണ് ഇടുന്നതെന്ന് പോലും നോക്കേണ്ട കാര്യമില്ലാണോ? നമുക്ക് കണ്ണെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി ഇല്ല, മൂവി ഇൻഡസ്ട്രി ഇല്ല, എന്താ പറയുന്നത്, ഡിസൈനിങ് ഒന്നുമില്ല, സ്റ്റൈലെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായിപ്പോയി. ലോകത്ത് സ്റ്റൈല്, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ഒരു 95%. ഞാൻ ഈ കൺമോഹം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലൈംഗികമായ പാവങ്ങളെക്കുറിച്ച് മാത്രം, അതും ഇതും എല്ലാം. ഈ കണ്ണെന്ന് പറയുന്നൊരു ഭയങ്കര ഹൈവേ ടു സിന്നാണ്. ഞാനിങ്ങനെ ആലോചിച്ചൊരു ദിവസം. അപ്പോൾ ഞാൻ കരുതാണ്, കർത്താവ് ഈ കണ്ണ് ഇല്ലായിരുന്നെങ്കിൽ എത്ര വിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ കണ്ണിന് നല്ല നീരും വേദനയും. അപ്പോൾ ഞാൻ ഉടനെ ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പം 2007 കേട്ടോ. ഡോക്ടറെ അടുത്ത് പോയി നോക്കിയ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് ഗ്ലൂക്കോമയാണ്, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതെന്തൊരു കോയിൻസിഡൻസ്. ഞാൻ കർത്താവിൻ്റെ എന്താ പറയുന്നറിയോ? എൻ്റെ കണ്ണ് നീ എടുത്തുകൊണ്ട് പോകുന്നതിനായിട്ട് സ്തോത്രം, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുമല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ കണ്ണ് കളയല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ചൂടിനെടുത്ത് എറിഞ്ഞ് കളയാൻ പോയിട്ട് കർത്താവ് കളഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ കൽപ്പന അനുസരിച്ചിട്ടില്ല. ഇടർച്ച എപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇത് മതിയായിരുന്നു, അത് വേണ്ടായിരുന്നു, നമുക്ക് ഈ ഹോട്ടലിൽ കയറിയാൽ മതിയായിരുന്നു, അല്ല ഈ ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു, ഈ കണ്ണില്ലായിരുന്നു, അതൊന്നുമില്ല, നമുക്ക് ഉള്ളതുകൊണ്ട് എല്ലാം തൃപ്തിയായിരുന്നേനെ. പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് ആ തൃപ്തിക്കുറവിൻ്റെ കാരണം ഈ കണ്ണാണ്. ഓക്കെ, ശരിയാണോ? പക്ഷെ നമ്മൾ കണ്ണെടുത്ത് ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ അത്താഴമോ മുത്താഴമോ നടക്കുമ്പോൾ നിങ്ങൾ കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളാണോ വിളിച്ചത്? അതോ അടുത്തുള്ളവരെ ആണോ? ആരെയാണ് വിളിച്ചത്? നമ്മുടെ ബന്ധുക്കാരെയും ചേർച്ചക്കാരെയും വിളിച്ചത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ കൽപ്പന, സുവിശേഷം പറയാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ചെരുപ്പ് എടുക്കരുത്, എക്സ്ട്രാ ഡ്രസ്സ് എടുക്കരുത്, പൊക്കണം, ബാഗ് എടുക്കരുത്, പേഴ്സ് എടുക്കരുത്. ഞാനൊരു ബാഗും തൂക്കണ്ട ഇവിടെ വന്നേക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരൊറ്റ കൽപ്പന പോലും അനുസരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരൊറ്റ ആൾ പോലും ഈ ലോകത്ത് ഒരിടത്തുമില്ല. ഇത് വായിച്ചു കഴിയുമ്പോൾ അപ്പോസ്തലിക ഉപദേശം അറിയത്തില്ല, നമ്മൾ എങ്ങനെയാണ് ഈ അനുസരണത്തിലേക്ക് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോസ്തലന്മാർ ഇത് അനുസരണമാക്കി മാറ്റാനുള്ള ഒരു ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ ടെക്നിക്ക് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടെക്നിക്ക് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഈ കൽപ്പനകളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. ഇത് എങ്ങനെയാണ് അനുസരണമായി മാറുന്നത് നമുക്കറിയില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതിനോട് ഫിറ്റ് ചെയ്യും. ഏതാ? വിശ്വാസത്തിനോട്. പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുകയില്ല, എനിക്കും പറ്റുന്നില്ല, പാസ്റ്റർക്കും പറ്റുന്നില്ല, ഞാൻ അറിയുന്ന ആർക്കും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ പറ്റാവുന്ന ചില കാര്യങ്ങളെടുത്ത് നമ്മൾ ഇതിനോടുകൂടി ചേർക്കും. ഇത്രയും അനുസരിക്കണം. എന്നിട്ട് ആൾക്കാർ പറയും, നീ വെള്ള വസ്ത്രം ഇട്ടില്ലെങ്കിൽ
നീ ജയിച്ചിട്ടില്ല, സ്വർഗത്തിൽ പോകില്ല, ഇങ്ങനെയൊക്കെ ആക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അനുസരിച്ചൊന്ന് ജഡത്തിന് തോന്നണം. അപ്പൊ ജഡത്തിനൊരു ആശ്വാസം വേണം, എന്നാലേ 4 പേരെ കുറ്റം പറയാൻ പറ്റുള്ളൂ, എങ്കിലേ മതത്തിനൊരു പവറുള്ളൂ അല്ലെ. പ്രസംഗിക്കാൻ എന്തെങ്കിലും വിഷയം വേണ്ടേ? ഞാൻ എന്തെങ്കിലും അനുസരിച്ചാലല്ലേ എനിക്ക് വേറൊരാളുടെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്നുള്ള ഗമ പറയാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെ തകർന്നവരും യോഗ്യരല്ലാത്തവരും അതേ സമയത്ത് അനുസരിക്കുന്നവരും അതേ സമയത്ത് കർത്താവിൻ്റെ വിശുദ്ധ ജനവും ഈ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിട്ട് എങ്ങനെയാണ് ദൈവം നമ്മളെ മാറ്റുന്നതെന്ന് അറിയോ? അതാണ് അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ അത്ഭുതകരമായ റെവലേഷൻ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് തലമുറകളായി മറഞ്ഞു കിടന്നാണ്. എങ്ങനെയാണ് ഇതുപോലെ നേച്ചറുള്ള നമ്മളെ ദൈവം വിശുദ്ധരാക്കി മാറ്റുന്നത്, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നത്? അതിനൊരു വ്യക്തമായ അപ്പോസ്തലിക ഉപദേശമുണ്ട്. പക്ഷെ ഇത് ലഭിക്കാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പലവിധമായ ഉപദേശപരമായ തെറ്റുകളിലേക്ക് പോയി വീഴുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് എപ്പോഴാണോ ഉപദേശം കറക്റ്റ് അല്ലാത്തത് ആ നിമിഷം തന്നെ നമുക്കിത് മുഴുവൻ തെറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അത് അസാമാന്യമായ ഒരു നീതിയാണ്, ഒരു വ്യവസ്ഥയാണ്. അത് ആത്മാവിന് മാത്രം നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സഭയിൽ അടിസ്ഥാനപരമായി അപ്പോസ്തലിക ഉപദേശം പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും, നമ്മൾ സ്വർഗത്തിൽ പോകുമല്ലോ എന്നുള്ള ഉറപ്പ് നമുക്ക് നഷ്ടപ്പെടും. എങ്ങനെയാണ് രക്ഷ നമ്മളിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകും. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസം പ്ലസ് പ്രവൃത്തി ആയതുകൊണ്ട്, വിശ്വാസം മാത്രം എന്നുള്ളത് വിട്ടിട്ട് വിശ്വാസം പ്ലസ് പ്രവൃത്തി ആയതുകൊണ്ട് ഏതു പ്രവൃത്തി എന്ന് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടും നമ്മൾ ഇപ്പോഴും പലതിലും തെറ്റിപ്പോകുന്നവരായതുകൊണ്ടും ആർക്കും സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല. ആ ഉപദേശ രൂപം ആർക്കും അറിയത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമുക്ക് ലഭിച്ച ആ വിലയേറിയ പ്രത്യാശ പിടിച്ചു കൊള്ളാത്തവരായിട്ട് നമ്മൾ മാറും. ഇത് ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന കാലഘട്ടം 1994 അന്ന് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കാസറ്റ് ഷോപ്പിലേക്ക് ചെന്നിട്ട് ഒരു ക്രിസ്ത്യൻ കാസറ്റ് തരാൻ പറയുകയാണെങ്കിൽ അവർ തരുന്ന ക്രിസ്ത്യൻ കാസറ്റ്, അതായത് പള്ളി പാടുന്ന പാട്ടല്ല ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ചുമ്മാ പബ്ലിക് കാസറ്റ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് കാണുന്ന ചില പാട്ടുകൾ ഇങ്ങനെയായിരിക്കും. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോ വരും, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടും. ഒരൊറ്റ കാസറ്റിലെ പാട്ടുകൾ. ഇത് അന്നത്തെ മോസ്റ്റ് പോപ്പുലർ പാട്ടുകളാണ് ഇതെല്ലാം. ഇന്ന് കാത്തിരിപ്പില്ലാത്തതിൻ്റെ കാരണം എന്നറിയോ? എന്നെ കൊണ്ടുപോകും മണവാളൻ ഉറപ്പില്ലാത്ത മണവാട്ടി എന്ത് കാത്തിരിക്കാൻ? മണവാളൻ വന്നാൽ മണവാട്ടിയെ കൊണ്ടുപോകുമെന്ന് മണവാട്ടിക്ക് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത മണവാട്ടിക്ക് എങ്ങനെ കർത്താവിനെ കാത്തിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഇപ്പൊ പ്രത്യാശയുടെ പാട്ടുകൾ നമ്മൾക്ക് പാടണമെന്ന് സഭയിൽ തോന്നുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 വർഷം പഴയ പാട്ട് പാടണം. കാരണം അടുത്ത കാലത്തെങ്ങും ഒരു പ്രത്യാശഗാനം ആരും നല്ല രീതിയിൽ എഴുതിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രസംഗത്തിലും ഈ പ്രത്യാശ ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഉപദേശരൂപം അറിയില്ലാത്തത് കൊണ്ട് പ്രത്യാശ ഉറപ്പിച്ചു കൊടുത്താൽ ഇവർ പാപം ചെയ്യുമോ എന്ന് പേടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പ്രത്യാശ ഉറപ്പിച്ചു കൊടുക്കില്ല. കാരണം ഇത് അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തുമില്ല. അപ്പോൾ ഉപദേശപരമായിട്ട് വലിയൊരു വാക്വത്തിൽ നിന്നുകൊണ്ടാണ് ആളുകൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഈ ഉപദേശ സത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കാവുന്ന ചില പ്രസംഗങ്ങൾ അപകടകരമായ വേദവിപരീതങ്ങളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാനെ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരാളും സ്വർഗത്തിൽ പോവുകയില്ല. ഇത് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. സംഗതി സത്യമാണ്. പക്ഷേ എപ്പോൾ വരെ സത്യം എന്നറിയോ? നിങ്ങൾ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നവരെ. നിങ്ങൾ എന്നോട് തിരിച്ചൊന്ന് ചോദിച്ചേ, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമെന്നൊന്ന് ചോദിച്ചേ, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? ഞാൻ പോകും എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഞാൻ പോകുമെന്നും നിങ്ങൾ പോവുകയില്ല എന്നുമാണ് ഞാൻ പറയുന്നതെങ്കിൽ
നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആരെ പോലായാൽ മതി? പറയൂ, എന്നെ പോലായ പോരെ? അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള വഴി ക്രിസ്തുവിനെ പോലെ ആവുക എന്നുള്ളതല്ല, പിന്നെയോ ഈ പാസ്റ്ററെ പോലെ ആവുക എന്നുള്ളതെന്നല്ലേ ഇവരെല്ലാവരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് പോലെ എന്താടാ നീ ജീവിക്കാത്തതെന്നല്ലേ ഈ വിശുദ്ധി പ്രസംഗങ്ങളുടെ എല്ലാ അർത്ഥം. തിരിച്ചു ചോദിച്ചാൽ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. ഇതിനെ റേഡിയോ പോലെ ഇങ്ങോട്ട് പറയുന്ന കേട്ട് സ്തോത്രം പറഞ്ഞ് പൊക്കോണം. അഭിഷിക്തനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചോദ്യവും ഇല്ലാതെ വീട്ടിൽ പോകും. തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ യേശു കർത്താവ് പറഞ്ഞ ഏത് കൽപ്പനയാണ് അനുസരിച്ചിട്ടുള്ളത്? അപ്പൊ ചില ആൾക്കാർ പറയുന്നത്, എന്നോട് കർത്താവ് പറഞ്ഞു നീ ഇന്നാരെ കല്യാണം കഴിക്കും, ഞാൻ ഇന്നാരെ കല്യാണം കഴിച്ചു. അതൊക്കെ എല്ലാവരും ആരെങ്കിലും കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. നിന്ന സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞു, ഞാൻ പോയി. അത് എവിടെയെങ്കിലും നമ്മൾ പോയി ജീവിച്ചല്ലേ പറ്റുള്ളൂ. നക്സലേറ്റുകൾ എവിടെല്ലാം പോകുന്നു. ഇതൊക്കെ അയാളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സകലർക്കും അനുസരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കുക എന്നാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ആരും അനുസരിക്കുന്നില്ല എന്ന് ആദ്യമേ പറയുകയും ചെയ്തു. പിന്നെ രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയാം, അനുസരിക്കാത്ത ആരും സ്വർഗത്തിൽ പോവുകയുമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയാണ്, നമ്മൾ സ്വർഗത്തിൽ പോകും. ഇതെങ്ങനെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ആ രക്ഷയുടെ യുക്തിയാണ് അപ്പോസ്തലിക ലേഖനങ്ങളിലുള്ളത്. ഈ അപ്പോസ്തലിക ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് കർത്താവ് നമ്മളിൽ അനുസരണത്തെ ഉളവാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. അവിടെ പത്രോസ് പറയുകയാണ്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. അപ്പൊ അനുസരണം കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? നമുക്കൊരു തീരുമാനം എടുത്ത് അനുസരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആത്മാവിന്റെ വിശുദ്ധീകരണം സംഭവിക്കണം. നമ്മളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം. ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷനിൽ അത് വ്യക്തമാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരോട് എന്തെങ്കിലും പറയുന്നു. പിള്ളേരോട് പറയുന്നു, ഞാൻ വെളിയിൽ പോകുമ്പോഴേക്കും നീ റൂമെല്ലാം അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടേക്കണമെന്ന് പറയുന്നു. ഇവൻ പറയുന്നു, എനിക്ക് സൗകര്യമില്ല. അപ്പം പേടിപ്പിക്കുന്നു, നീ ഇത് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല, നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു. അപ്പൊ മകൻ ആലോചിക്കും, ഇപ്പോഴേ പുറത്താക്കി ഞാൻ എവിടെ പോയി ജീവിക്കും, അടിച്ചു വാരിയിട്ടേക്കാം. ഇതവൻ മനസ്സോടെ ചെയ്യുന്നതാണോ ഭയത്തിൽ ചെയ്യുന്നതാണല്ലേ? അപ്പൊ നരകത്തിൽ നീ പോകും എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഭയത്തിൽ ചെയ്യുന്നതാണോ സ്വഭാവം നല്ലതായിട്ട് ചെയ്യുന്നതാണോ? നിങ്ങൾക്ക് കള്ളു കുടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ കള്ളു കുടിക്കുന്നില്ല. കാരണം നരകത്തിൽ പോകുന്നു പേടിച്ചിട്ട് മാത്രം അല്ലേ കുടിച്ചേനെ. കർത്താവ് പറയുവാണ്, നീ കുടിച്ചാലും കുഴപ്പമില്ല, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ കുടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ടില്ല, നമ്മൾ പിന്നെ നന്നായതായിട്ട് അഭിനയിക്കുക. എന്തിനു വേണ്ടിയാ? നരകത്തിൽ പോകരുത്. മനുഷ്യരെത്ര പരിശ്രമിച്ചാലും ഇങ്ങനെ ഒരു നീതി ഉണ്ടാക്കാനേ മനുഷ്യരെ കൊണ്ട് പറ്റുള്ളൂ. അകം നന്നാകാതെയുള്ള ഒരു അനുസരണവും. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വെളിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ മകനോടൊന്നും പറയുന്നില്ല. ഈ മകൾ അല്ലെങ്കിൽ മകൻ വിചാരിക്കുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ അപ്പനും അമ്മ എന്തോരോ കഷ്ടപ്പെടുന്നത്. അവർ വെളിയിൽ പോയ സമയത്ത് ഞാൻ തന്നെ അങ്ങ് എല്ലാം ചെയ്തിട്ടേക്കാം, അവർക്കൊരാശ്വാസമാകട്ടെ എന്ന് പറഞ്ഞ് ഈ പുള്ളി തന്നെ, ഈ മകൻ തന്നെ അതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിടുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും? അനുസരണം. കാരണം എന്താ? അത് അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് വന്നതാണ്. ഏതിലായിരിക്കും ദൈവം പ്രസാദിക്കുന്നത്? ഈ അനുസരണം നമ്മളിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? അത് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലൂടെ പകർന്നാൽ മാത്രമേ ആ അനുസരണം ഉണ്ടാവുള്ളൂ. ദൈവത്തിന് പ്രസാദമുള്ള അനുസരണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന വഴിയിലൂടെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് ആ ദിവ്യമായ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ലോകത്തിലെ സാധാരണ മതങ്ങളിൽ അങ്ങനെയല്ല. അവിടുത്തെ കൽപ്പനകളെല്ലാം ലഘുവാണ്. ഈ ലഘുവായ കൽപ്പനകളായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് വിശുദ്ധരാകാം. എന്നാൽ ഈ കൽപ്പന ഭയങ്കര ഹെവി ആണെങ്കിൽ നമുക്ക് വിശുദ്ധരായ ശേഷമേ അനുസരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ വ്യത്യാസം? ഇപ്പം ചെറിയ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ശക്തന്മാരാകാം, അല്ലേ? ശരിയല്ലേ? എന്നാൽ വലിയൊരു വെയിറ്റ് പോക്കണമെങ്കിലോ നമ്മൾ ശക്തന്മാരായാലേ പറ്റുള്ളൂ. ശരിയാണോ? ഒരു 500 കിലോ വെയിറ്റ് പൊക്കണമെങ്കിൽ ഞാൻ 500 കിലോ വെയിറ്റ് 10 പ്രാവശ്യം പൊക്കി ശക്തനാവുകയാണോ അതോ ശക്തനായ ശേഷം ഉയർത്തുകയാണോ ചെയ്യുന്നത്? അപ്പൊ കർത്താവിൻ്റെ കൽപ്പന വലുതാകും തോറും നമ്മുടെ സ്വന്തം ജഡത്താൽ അത് സാധിക്കില്ല, നമ്മുടെ തീരുമാനങ്ങളാൽ അത് സാധിക്കില്ല. അതൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ സാധിക്കുള്ളൂ. ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്, എങ്ങനെയാണ് നമ്മളെ സ്വഭാവം കൊണ്ട് മക്കളാക്കി മാറ്റുന്നത്.
എങ്ങനെയാണ് നമുക്കൊരു ദിവ്യ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം വരുന്നത്? നിയമത്താലല്ല, അത് ആത്മാവിനാലും കൃപയാലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ന്യായപ്രമാണമാണ് മോശ വഴി വന്നത്, എന്നാൽ ക്രിസ്തു വഴി വന്ന അതല്ല, കൃപയാണ് വന്നത്. കൃപയും സത്യവുമാണ് കർത്താവിലൂടെ വന്നത്. കാരണം അവൻ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുക, നമ്മുടെ സ്വഭാവത്തെ മാറ്റി, പഴയ ഹൃദയത്തെ മാറ്റി പുതിയൊരു ഹൃദയത്തെ തരികയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ യൂദായുടെ ലേഖനം തീരുന്നവരെ, എസ്പെഷ്യലി കൊളോസി ലേഖനം, എബ്രായ ലേഖനം, അതുപോലെ യോഹന്നാന്റെ ലേഖനം, ഇതെല്ലാം പത്രോസിന്റെ ലേഖനം, ഇതെല്ലാം എങ്ങനെയാണ് നമ്മളൊരു ദിവ്യ സ്വഭാവത്തിന്റെ അവകാശികളായി മാറുന്നത്, നമ്മുടെ ആന്തരിക മനുഷ്യൻ എങ്ങനെയാണ് ക്രിസ്തുവിന് അനുരൂപനായി രൂപാന്തരപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഉപദേശമാണ്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര സഭകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്? ഈ വിളിച്ചു കൂട്ടുന്ന ആൾക്കാർ എത്ര പേര് ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്? അവർ ചില ജീവനില്ലാത്ത ചത്ത പ്രവൃത്തികളിലേക്ക് പോകുന്നതല്ലാതെ ആരാണ് മക്കളായി മാറുന്നത്? പുത്രത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇന്നത് വളരെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത അപകടം, ഇന്ന് സഭ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എന്താണ്? ഈ ഉപദേശമില്ലാതെ പോയി. അപ്പൊ എന്തൊക്കെ ഇല്ലാതെ പോയത്? ആത്മാവിന്റെ നടത്തിപ്പ്, കൃപാവരങ്ങൾ, അതുപോലെ കാതലായ രക്ഷാകരമായ ഉപദേശം ഇല്ലാതെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ? നമുക്ക് വാക്കുകളെല്ലാം അർത്ഥം മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചില ആൾക്കാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എൻ്റെ ബ്രദറെ എത്ര പ്രാവശ്യമാണ് IELTS എക്സാം എഴുതിയെന്നറിയോ, ഇതുവരെ പാസ്സായില്ല. അപ്പം സഹോദരൻ ആശ്വസിപ്പിക്കുകയാണെ, ഇവിടെ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ ദുഃഖിക്കല്ലേ, അടുത്ത പ്രാവശ്യം കിട്ടും. അപ്പോൾ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തോ? അടുത്ത പ്രാവശ്യം IELTS കിട്ടും, അതാണ് പ്രത്യാശ. ഇതാണ് ആശ്വാസമൊക്കെ പറഞ്ഞത്. അപ്പൊ പ്രത്യാശ എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറി. എന്താണ്? IELTS കിട്ടും, നമ്മുടെ കടഭാരം മാറും. ഇനി വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നതും എന്നെ വലിയവനാക്കും, എന്നെ ദേശത്ത് മാനിക്കും. എനിക്ക് ദേശത്ത് മാനിക്കും കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. കാരണം ഞാൻ ഈ ഒത്തിരി വിശുദ്ധന്മാരുടെ കഥകളും മിഷണന്മാരുടെ കഥകളൊക്കെ ഞാൻ വായിക്കുമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. എന്താണെന്നറിയത്തില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ എന്നെ എപ്പോൾ കണ്ടാലും ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ തരും. കൊച്ചു ത്രേസ്യ പുണ്യാളത്തി, അഗസ്റ്റിൻ, അതുപോലെയുള്ള കഥകളാണ്. ഇതെന്തിനെനിക്ക് തരുന്നത് എനിക്കൊരു പിടിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ വിശുദ്ധന്മാരിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ചെറുപ്പം തൊട്ട് എനിക്ക് ഈ പുസ്തകങ്ങളാണ് കിട്ടുന്നത്. എന്താണെന്നറിയത്തില്ല, എന്നെ കാണുന്ന ഉടനെ ആ കന്യാസ്ത്രീകൾക്ക് തോന്നുന്നത്, അമ്മമാർക്ക് തോന്നുന്നു, ഇത് ഒരെണ്ണം ഇവന് കൊടുത്തേക്കാന്നാണ്. അപ്പം ഞാനിതെല്ലാം കണ്ട് വായിച്ചിട്ട് പിന്നെ ഈ ചരിത്രം ഇതെല്ലാം കുറച്ചൊക്കെ മനസ്സിലാക്കിയപ്പം മിഷണറി ചരിത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒത്തിരി മിഷണറിമാർ വന്ന് കർത്താവിൻ്റെ മരിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, അവമാനം സഹിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനായി മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും, ആളുകൾ നിന്ദിക്കും, അപമാനിക്കും, ഉപേക്ഷിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ശരിക്കും സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് സഭയിൽ കയറി ഞാൻ ബാക്കിൽ ഭിത്തിയിൽ ചാരിയിരിക്കും. അന്ന് കസേരകളൊന്നുമില്ല ചർച്ചിൽ. എനിക്ക് അന്നും തടിയാണ്, ഇന്നും തടിയാണ്. അപ്പോൾ അന്ന് ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുകയാണ്. സാധാരണ ആൾക്കാർ പാസ്റ്റർമാരായിട്ടാണ് തടി വയ്ക്കുന്നത്, ഞാൻ തടി വെച്ച ശേഷമാണ് പാസ്റ്റർ ആയത്. അപ്പോൾ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ചാരിയിരിക്കും. കാരണം എനിക്ക് ചുമ്മാ ഇങ്ങനെ തറയിലധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ പ്രവാചകൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എന്നെ ആരും നിന്ദിച്ചത്? ആരും നിന്ദിച്ചില്ല. ഈ മാനം ആർക്ക് വേണം? കർത്താവിനില്ലാത്ത മാനം ഇവരെന്തിനാണ് എനിക്ക് ഓഫർ ചെയ്യുന്നത്? എന്ത് ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ബിസിനസ്, എന്ത് കച്ചവടമാണ് ഈ നടക്കുന്നത്? നമ്മുടെ സഭകളിൽ ഇന്ന് നടക്കുന്നത്, ഇന്ന് മനുഷ്യർക്ക് എന്താണ് വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വസ്തുക്കളുടെ മായ ചന്തയിലെ കച്ചവടമാണ് ഇന്ന് നടക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്നോട് പല പ്രവാചകന്മാരും വന്ന് പലതും പ്രവചിച്ചിട്ടുണ്ട്. ഒരു പ്രവാചകൻ പറഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എങ്ങനെ? ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ മാറാൻ പോവാണ്. ഇത് എങ്ങനെയുണ്ട് ഈ പ്രവചനം? സ്തോത്രം പറയണോ? സ്തോത്രം പറയാം. പക്ഷെ അതിലൊരു സൂത്രമുണ്ട്. ആ സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഇങ്ങനെയാണ്: ഒരു ശമര്യാക്കാരി സ്ത്രീ അടുത്തേക്ക് പോയ കർത്താവിൻ്റെ പൊസിഷനിലേക്കോ, ഒരു ഷണ്ണന് വേണ്ടി മരുഭൂമിയിലൂടെ നടന്ന ഫിലിപ്പോസിൻ്റെ ആത്മഭാരത്തിലേക്കോ, ഒരു ആടിനെ കാണാതെ പോയാൽ അതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിലേക്കോ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടോ? അതോ ഞാൻ അപ്പോഴും സംഖ്യ എത്രയെന്ന് നോക്കുന്ന ആളായിരിക്കുമോ? അതായത് ഇന്ന് 200 പേരുണ്ടെങ്കിൽ പ്രസംഗിച്ചാൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഞാൻ നാളെ കൂടുതൽ വഷളായി 2000 പേരില്ലെങ്കിൽ തൃപ്തിയാകാത്ത ഒരാളായിട്ട് മാറുമോ?
അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൊമോഷൻ ആണോ അതോ ഞാൻ നശിച്ചു പോവുകയാണോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാളെ അന്വേഷിച്ച് പോകാനുള്ള കർത്താവിൻ്റെ ഹൃദയം എനിക്ക് ലഭിക്കുമോ ഇല്ലയോ, ആ പ്രൊമോഷൻ എനിക്ക് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് പറയാമോ പ്രവാചക എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പറയുന്ന എല്ലാം അതുപോലെ നടക്കാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഏത് ആത്മാവിലാണ് പ്രവചിക്കുന്നതെന്ന് എനിക്ക് തന്നെ സംശയം തോന്നുവാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പ്രവചനമൊക്കെ നിർത്തി ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ആ ജോലിയിൽ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അവർ നമ്മളോട് നടത്തുന്ന ഒരു കച്ചവടമാണ്. ഈ കച്ചവടത്തിൽ വിശ്വസിച്ചാണ് ഇന്ന് ആളുകളെല്ലാം വഞ്ചിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, കോവിഡ് വന്നപ്പോൾ ക്രിസ്ത്യാനികളിൽ 2% മരിച്ചു, അക്രൈസ്തവരിലും 2% മരിച്ചു, ദൈവത്തിൽ വിശ്വസിക്കാത്തവരിലും 2% മരിച്ചു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ എവിടെ പോയി? ഇനി ബിസിനസ്സിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ ബിസിനസ് തുടങ്ങിയവനും 2 പേര് ജയിച്ചു, ഒരു ദൈവത്തെ പേടിയില്ലാത്തവനും ബിസിനസ്സിൽ ജയിച്ചു. കർത്താവിനെ വിളിച്ചവർ 2 പേര് ജയിച്ചപ്പോൾ അവിടെയും 2 പേര് ജയിച്ചു. നമ്മുടെ ഇടയിലും കുറേ പേര് തോറ്റുപോയി. അവർ പിന്നെ അടുത്ത പ്രവാചകനെ അന്വേഷിച്ച് പോയി. 2 പേര് പരിപാടി നിർത്തിപ്പോയി. ഇത് അവിടെ അങ്ങനെ തന്നെ നടക്കുന്നത്. അവർ പ്രവാചകന്മാരല്ല, അവർ മന്ത്രവാദികളെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പരിപാടി ഒരുപോലെ നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി അത് മാത്രമല്ല, നമ്മുടെ പിള്ളേര് സ്കൂളിൽ പോയി ഭയങ്കര പ്രാർത്ഥന പിള്ളേരാ, അപ്പനും അമ്മയും സമാധാനം കൊടുക്കാതെ പ്രാർത്ഥിപ്പിച്ച് വിടുന്ന പിള്ളേരാ. അവിടെ ചിലപ്പോൾ പ്രാർത്ഥിക്കാത്ത പിള്ളേർക്ക് 1ാം റാങ്ക്, ഇവന് കഷ്ടിച്ച് പാസ്. കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അവൻ നിന്നെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്നവനൊക്കെ എന്ത് ബുദ്ധിയാ കൊടുത്തേക്കുന്നത്, എന്തു പറയും? പിള്ളേര് കുറെ കഴിയുമ്പോൾ മനസ്സിലാക്കും, ഈ പ്രാർത്ഥിക്കുന്നൊന്നും അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവരുടെ ഉള്ളിൽ നിന്ന് ആ വിശ്വാസം അങ്ങ് പോകും. അവർ വെളിയിൽ പറയല, അവർ കീബോർഡ് കിട്ടുമ്പം തട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടായിരിക്കില്ല. കാരണം ക്ലാസ്സിൽ 1ാം റാങ്ക് തരാമെന്നോ, ജോലി തരാമെന്നോ, ബിസിനസ് രക്ഷപ്പെടുത്തി തരാമെന്നോ, നീ ഇവിടെ മരിക്കാതെ നിത്യം ജീവിക്കുമെന്നൊന്നും കർത്താവ് ഒരു വാഗ്ദത്വവും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ വാഗ്ദത്തം പിടിച്ചോണ്ട് നടന്നത്? അപ്പൊ പറയും പഴയ നിയമത്തിൽ ഭയങ്കര വാഗ്ദത്തങ്ങളുണ്ട്. പഴയ നിയമത്തിൽ വാഗ്ദത്തങ്ങളുണ്ട് അഭിഷേകം ഇല്ലാത്തവർക്ക്. അഭിഷേകമുള്ളവരുടെ ജീവിതം നോക്കിയാൽ തന്നെ നമുക്ക് പേടിയാവും. ഹാബേൽ യാഗം കഴിച്ച് അന്നേരം തന്നെ മരിച്ചുപോയി. ഒരു 5 ദിവസം ജീവിക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ പോയ ആള്, ഏറ്റവും നല്ല യാഗം കഴിച്ച ആളാണ്. ഇപ്പോഴും ഹാബേലിന്റെ രക്തം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നീതിമാന്റെ രക്തം. ആ നീതിമാൻ അത്രയും നല്ല യാഗം കഴിച്ചിട്ട് ഒരു ദിവസം ജീവിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. മോശയുടെ കാര്യമല്ലേ ചോദിക്കേ, കനാൻ ദേശത്തേക്ക് ചെന്നില്ല. വിശ്വാസ വീരനും പ്രവാചകനും ലോകിവറുമായ മോശയ്ക്ക് എന്താ സംഭവിച്ചത്? ഇനി പ്രവാചകന്മാരുടെ കാര്യമല്ലോ ചോദിക്കുക, ഒരൊറ്റ ആൾ പോലും സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങി മരിച്ചിട്ടില്ല. ഇരമ്യാവും യെശയ്യാവും യെഹെസ്കേലും ഓശയും അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്തതുപോലെ അവർ പലരും കല്ലേറ് കൊണ്ടും അവിടെ ഇവിടെയും കിടക്കുമായിരുന്നു. ആരാണ് പഴയ നിയമത്തിൽ ലോകത്തിന്റെ സുഖം അനുഭവിച്ചത്? ആരാണ് പുനരുത്ഥാനത്തെ അല്ലാതെ ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഒരൊറ്റ പ്രവാചകൻ, ഒരൊറ്റ ശുശ്രൂഷകൻ പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. ലോകപരമായ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്ന ഒരൊറ്റ ഭക്തൻ പഴയ നിയമത്തിലില്ല. അവരാരും ഈ ലോകത്തിലുള്ളത് കാംക്ഷിച്ചില്ല. അപ്പൊ നമ്മളോട് ദൈവം പറയാത്ത വാഗ്ദത്തങ്ങളാണ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് നമ്മുടെ സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തരാത്ത വാഗ്ദത്തങ്ങൾ ഈ പാസ്റ്റർമാർ നമുക്ക് തരുക. അതെങ്ങനെയാണെന്ന് അറിയാം, ഭയങ്കര ബിസിനസ്. അത് 10% നമ്മൾ കർത്താവിനെ എങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ ബിസിനസ് റെഡിയാക്കി തരും, 10% കൊടുത്താൽ മതി. സോ ഹി വർക്ക്സ് ലൈക്ക് എ കമ്മീഷൻ ഏജന്റ്. ഓക്കെ, നമ്മൾ 2 പേര് പാർട്ട്നേഴ്സായിട്ട് ഒരു ചായക്കട തുടങ്ങിയാൽ 50% വീതിക്കണം. പക്ഷെ കർത്താവാണെങ്കിൽ 50% വേണ്ട, 10% മതി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, പത്രോസ് മീൻ പിടിക്കാൻ പോകുമ്പം കർത്താവ് മീൻ പിടിക്കാൻ സഹായിക്കും, പക്ഷെ 10 മീൻ കർത്താവ് എടുക്കും. ഇനിയും വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിനോട് ഞാൻ പറയാണ്, കർത്താവെ ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങുകയാണ്, അപ്പോൾ നീ എനിക്ക് എന്ത് തരും? ഞാൻ പറയും 10 100 പിടിച്ചാൽ 10 തരാം. എന്നാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എനിക്ക് 10 തരണേ. ഈ കർത്താവിനെ കണ്ടിട്ട് നമ്മുടെ കർത്താവായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ ആകെ ഒരാൾ മാത്രം ലാഭം ഉണ്ടാക്കുന്നുള്ളൂ, അയാളെയാണ് നമ്മൾ ഇടനിലക്കാരൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ പിന്നെ മതം തലക്കി പിടിച്ചവരെല്ലാം ഒരിത്തിരി മന്ദത ഉള്ളവരായതുകൊണ്ട് അവരിതൊന്നും ഗ്രഹിക്കാതെ ഇതിൻ്റെ പുറകെ പൊക്കോളൂന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നത് നമ്മുടെ ഇടയിലായതുകൊണ്ടും കൂടിയാണ് കർത്താവ് ഇപ്പോൾ കൃപാവരങ്ങളെ അയക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം എന്തെങ്കിലും ഒരു കൃപാവരം അയച്ചു കഴിഞ്ഞാൽ അയാൾ ആ നാട്ടിൽ ഏറ്റവും വലിയ മുതലാളിയായി മാറുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഉപദേശ രൂപവും നമുക്ക് നഷ്ടപ്പെട്ടു. വേറൊരു ക്രിസ്തുവിലേക്ക്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഈ അന്ത്യകാലത്ത് വേറൊരു ക്രിസ്തുവിലേക്ക് ജനം ആകർഷിക്കപ്പെടുന്നു, വേറൊരു രാജ്യത്തിലേക്ക്. ഓക്കെ, അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ അഭിഷിക്തൻ എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ക്രിസ്റ്റോസിന് പകരം നിൽക്കുന്നതാണ്. ഈ ഇടനിലക്കാർ നിങ്ങളെ ക്രിസ്തുവിലേക്കാണോ നയിക്കുന്നത്?
അല്ല. അവർ നിങ്ങളെ നയിക്കുന്നത് ലോകത്തിലേക്കാണ്. അവർ എതിർ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന അഭിഷേകത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇന്ന് സഭയ്ക്കകത്തുള്ള അന്യഭാഷകളെ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ അന്യഭാഷ പറയുന്നവർക്കും പ്രത്യാശയില്ല. ആത്മാവെന്ന ആദ്യ ദാനം ഉള്ളിൽ വരുമ്പോഴേ കർത്താവിന് വേണ്ടി നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ആത്മാവിൻ്റെ ഒന്നാമത്തെ പ്രവൃത്തി. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. ആ ഞരക്കമാണ് ആത്മാവുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. ഇന്ന് ഏതെങ്കിലും ഒരു സഭയിൽ പോയി ആരോ കൈവച്ചപ്പോൾ ആത്മാവ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, അത് ആത്മാവാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ധൈര്യവും പുത്രത്വത്തിൻ്റെ അവകാശവും പ്രത്യാശയുടെ നിശ്ചയവും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് വെറുതെ ഒരു മനുഷ്യൻ്റെ എക്സ്റ്റസിയിൽ ഉണ്ടായതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു കൃപാവരങ്ങളും ഇന്ന് കാണുന്നില്ലാത്തത് കൊണ്ട് ഇതും അങ്ങനെ ആകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു 50 വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഓക്കെ അയാൾ അന്യഭാഷ പറയുന്നുണ്ട്, ഓക്കെ അയാൾ വിശ്വാസിയാണ്. കാരണം അയാൾ എഴുതുന്ന പാട്ടുകൾ പ്രത്യാശയാണ്. അയാൾ കാത്തിരിക്കുന്നത് കർത്താവ് വരാൻ വേണ്ടിയാണ്. ഈ കർത്താവിൻ്റെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾക്ക് ലോകത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കില്ല ഒരിക്കലും. കാരണം ലോകത്തിൻ്റെ ആത്മാവുള്ള ഒരാൾക്ക് ഒരിക്കലും കർത്താവിൻ്റെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കാനോ ആഗ്രഹിക്കാനോ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇത്രയും പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടാലും നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് യേശുവിൻ്റെ തേജസ് മതി, ഈ ലോകം വേണ്ട എന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ തോന്നൂല. നിങ്ങൾക്കിത് കഴിയുമ്പോൾ മടുപ്പ് തോന്നും. ഈ മനുഷ്യന് പറയുന്നത് ഈ ലോകത്തൊന്നും വേണ്ട എന്നാണോ? ഇവിടെ ഇല്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കും എന്നിങ്ങനെയുള്ള എക്സിസ്റ്റൻഷ്യൽ ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആത്മാവല്ല സംസാരിക്കുന്നത്, ഈ ലോകത്തിലുള്ള അനുദിന ചിന്തകളാണ്, ചിന്താകുലങ്ങളാണ് സംസാരിക്കുന്നത്. അതുപോലെ ഉപജീവന ചിന്തകളാൽ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ശുശ്രൂഷകൾ മുഴുവൻ ഉപജീവന ചിന്തകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്നോട് വചനം സംസാരിച്ച ആള് കൃത്യമായിട്ട് ആ പ്രത്യാശ എന്താണ് എന്നോട് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞത്. എനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ കൃത്യമായിരുന്നു. അന്നും ഇന്നും എൻ്റെ ഉള്ളിൽ ആ വാഗ്ദത്തങ്ങൾക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച ഒരാളൊന്നും അല്ല. ഇതിനിടയിലൊക്കെ ഒത്തിരി അടുത്ത് വഴിതെറ്റി പോയിട്ടുണ്ട്. പക്ഷേ ആ പ്രത്യാശ എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ അന്നും ഇന്നും ഫിക്സ്ഡ് ആയതുകൊണ്ട് എപ്പോഴും മടങ്ങി കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള നങ്കൂരം അവിടെ കിടപ്പുണ്ടാകത്തിൽ പോകും. ഞാൻ കർത്താവിൻ്റെ മുഖത്ത് നോക്കും, അവനെ അതേ തേജസ്സോട് കൂടി കാണും. ഇതാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒന്നാമത്തെ ഫീലിംഗ്, എ yearning to see the Lord. എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണാനുള്ള, അവൻ്റെ തേജസ്സോടെ അവൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞരക്കമായി വരുന്നില്ലെങ്കിൽ, നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാലും, നിങ്ങൾ എന്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നതായി തോന്നിയാലും നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ലോകത്തിന് വേണ്ടി ഞരങ്ങുന്നവർ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ, പ്രസംഗിക്കുന്നവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരല്ല, അവര് ലോകത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ്. ഇതാണ് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം. കാരണം ഇന്ന് ശുശ്രൂഷകരിൽ പല ആളുകളും ലോകത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ്. അവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ അസഹ്യമാണ്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. അതായത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊന്ന് അവസാനിച്ച് കിട്ടിയ എഴുന്നേറ്റ് ഓടായിരുന്നു തോന്നുന്നു. കാരണം ദ സ്പിരിറ്റ് ഇൻസൈഡ് ദം റിബൽസ് അഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ആത്മാവ് വെളിപ്പെടുത്തുന്നതിനോട് ഉള്ളിലുള്ള ആ ലോക സ്നേഹിയായ ആ പഴയ ജഡം ശക്തമായിട്ട് റിബൽ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രത്യാശയുടെ പാട്ടുകൾ പാടാൻ വരെ ആൾക്കാർക്ക് പേടിയാണ്. ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എവിടെ പോയി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറമേ ഉള്ള കുറേ സ്ട്രക്ചറുകളല്ലാതെ ആന്തരികമായ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയും ഇല്ലാതെ നമ്മൾ ശുഷ്കമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അന്ത്യകാലത്ത് വലിയൊരു വരൾച്ചയിലേക്ക് ഈ സഭകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഒരിടത്തും വചനം കേൾക്കാനില്ലാത്ത ഒരു കാലഘട്ടം, ഒരിടത്തും കർത്താവ് ഉയർത്തപ്പെടാത്ത ഒരു കാലഘട്ടം, ഒരിടത്തും പത്യവചനം വേണ്ടാതെ പോകുന്ന, ആർക്കും വേണ്ടാതെ പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസ ത്യാഗത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ഒറ്റ കാര്യത്തോടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് പറയാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കും വിഷമമാവും, നിങ്ങൾക്കും വിഷമമാവും. നമ്മൾ വണ്ടി ഓടിച്ച് വീട് വരെ ചെല്ലേണ്ടതല്ലേ. അതുകൊണ്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ. നേരം വെളുത്ത് എഴുന്നേറ്റ് കർത്താവ് അനുവദിച്ചാൽ കർത്താവിന് വേണ്ടി ജീവിക്കണമല്ലോ. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത്, ഈ അതിഭയങ്കരമായ അനുസരണം നമുക്ക് കർത്താവ് എങ്ങനെയാണ് തരുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ധനവാനായ മനുഷ്യൻ ഒരിക്കൽ കർത്താവിനെ കാണാൻ വേണ്ടി ചെന്നു.
അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമായിരുന്നു. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ കർത്താവിനെ വിളിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, കൽപ്പനകളെ അനുസരിക്കുക. അവൻ പാവം കൽപ്പനകളുടെ പുറമേ ഉള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ, അവൻ്റെ അകമയുള്ള കാര്യം അവൻ ചിന്തിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ ഈ കൽപ്പനകളെല്ലാം ചെറുപ്പം തൊട്ട് അനുസരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വാട്ട് ക്യാൻ ബി സീൻ ഔട്ട് സൈഡ്, അതായത് ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങൾ, അതാണ് അവൻ കൽപ്പനകളായിട്ട് കണ്ടത്. അപ്പം കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു. പാവം ആത്മാർത്ഥമായിട്ടാണ് ഈ അനുസരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ അവന് വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് അവൻ ദുഃഖിച്ച് കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് അടുത്ത് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിൽ വരുന്നത്? ഒരു ധനവാനും ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകില്ല. കാരണം സൂചിക്കുഴയിൽ ഒട്ടകം കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒട്ടകം പോയിട്ട് ഒരു നൂല് പോലും കടത്താൻ സാധിക്കാത്തൊരു സൂചിക്കുഴയിൽ എങ്ങനെയാണ് ഒരു ഒട്ടകം പോകുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പം ഒരൊട്ടകം ആ സൂചിക്കുഴയിലൂടെ പോകുന്നതാണ്. അപ്പോൾ നമുക്കെന്താ തോന്നിയത്? നിങ്ങൾക്ക് എന്താ തോന്നി? ഒരു ധനവാൻ ഒരിക്കലും സ്വർഗത്തിൽ പോയില്ല. പക്ഷേ ശിഷ്യന്മാർക്ക് അങ്ങനെയല്ല തോന്നിയത്. നമുക്കെന്താ അങ്ങനെ തോന്നിയെന്നറിയോ? നമ്മൾ ഒട്ടകത്തെ നോക്കിയത്. ഒട്ടകത്തെ നോക്കിയപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സൂചിക്കുഴയിലൂടെ പോകില്ല. അപ്പോൾ ശിഷ്യന്മാർ ഒട്ടകത്തെ അല്ല നോക്കിയത്, ശിഷ്യന്മാർ സൂചിക്കുഴയാണ് നോക്കിയത്. അപ്പോൾ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി, ഒട്ടകവും പോകില്ല, നമ്മൾ ആരും പോകില്ല. കാരണം ഇത് എത്രയേ ഉള്ളൂ, ഈ സൂചിക്കുഴയിൽ ഒട്ടകം കിടക്കില്ല എന്നുള്ളത് ശരിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയല്ലോ, ഒരു പുഴുവിനെ പോലെ ഏൽപ്പിക്കുന്നു, ഒരു പൊടിയെ പോലെ ഏൽപ്പിക്കുന്നു, ഈ പുഴു കടന്നു പോകും അതിനകത്തോടെ. നമ്മൾ കാണുന്ന ഒരു പുഴുവും കയറില്ല, വേണമെങ്കിൽ വല്ല അതിനേക്കാളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോയിരിക്കും. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പുഴുവെങ്കിലും ആണല്ലോ, ഒരു പാറ്റയെങ്കിലും ആണല്ലോ. ഇതൊന്നും ഈ സൂചിക്കുഴയുടെ കിടക്കില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യം എന്നറിയോ? ഇത് സൂചിക്കുഴ പോലെയാണ് സ്വർഗത്തിൽ പോകുന്നതെങ്കിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആര് കടക്കുമെന്ന്? നമ്മുടെ കാര്യം എല്ലാം പ്രശ്നമാണല്ലോ എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. നമുക്ക് പണക്കാരുടെ കാര്യം മാത്രം പ്രശ്നമെന്നല്ലേ തോന്നിയുള്ളൂ. നമ്മൾ പാവങ്ങളകത്ത് കിടക്കുന്നതന്നെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ശിഷ്യന്മാർക്ക് തോന്നിയത് പണക്കാർ പോകില്ലെന്നല്ല, ആരും പോകില്ല എന്നാണ്. കാരണം സൂചിക്കുഴ അത്ര വലിയൊരു ചലഞ്ചാണ്, ഒരു മനുഷ്യനും കിടക്കാൻ പറ്റില്ല. അത് തന്നെയാണ് കർത്താവ് നിക്കോദമോസിന് പറയുന്നത്. നിക്കോദമോസിന് പറയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഈ സൂചിക്കുഴയുടെ കിടക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ സൂചിക്കുഴയുടെ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അതിന് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മുടെ സമയം തീർന്നതുകൊണ്ട്. വീണ്ടും ജനനമെന്ന് അവിടെ പറയുന്നത് കാറ്റ് പോലെ ആകുന്നൊരവസ്ഥയാണ്. അവിടെ പറയുന്നത് വീണ്ടും ജനിച്ചവരെല്ലാം കാറ്റ് പോലെയാണെന്ന്. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല, നീ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് പോലെ ആയാൽ മാത്രമേ നമുക്കെതിരെ കിടക്കാൻ പറ്റുള്ളൂ, ഈ സൂചിക്കുഴയിലൂടെ കിടക്കാൻ പറ്റുള്ളൂ. അത് അത്രയും കട്ടിയേ നമുക്ക് ഉണ്ടാകാവുള്ളൂ, അതുപോലെ ലൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് പോലെ ആവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് നമ്മൾ പോകുമെന്നോ നാളെ എവിടെ ആയിരിക്കുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുന്ന പോലെ കാറ്റ് പോലെ എവിടെയും സഞ്ചരിക്കാനും എന്തു അനുസരിക്കാനും എതിരേ പോകാനും പറ്റിയ ഒരു നേച്ചർ ദൈവം നമുക്ക് തരും. ആ പുതിയ ജനനം, അങ്ങനെ നമുക്കൊരു ആത്മീക സ്വഭാവമുള്ളവരാക്കി നമ്മളെ മാറ്റി ആ കാറ്റ് പോലെ ആകുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മൾ ഈ സൂചിക്കുഴയിലൂടെ കിടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല, ദൈവത്തിന് സാധിക്കും. അതാ കർത്താവ് പറഞ്ഞത്, മനുഷ്യരാൽ അത് അസാധ്യമാണ്, ദൈവത്താൽ മാത്രമേ നമ്മളെ സൂചിക്കുഴയിലൂടെ കിടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ആ സൂചിക്കുഴയിലൂടെ കിടക്കുമെന്ന്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എനിക്ക് കിടക്കാനുള്ള ടെക്നിക്കൊന്നും അറിയാൻ മേല, പക്ഷേ കർത്താവ് എന്നെ കാറ്റുപോലെയാക്കി അതിനകത്തോടെ കിടത്തിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ധൈര്യമാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ അവൻ എനിക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ വിശുദ്ധീകരിച്ച് അവൻ്റെ മുമ്പിൽ നിർത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ ഫെയ്ത്താണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടി ആശിക്കുന്നോ അതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. എന്താണോ നമ്മൾ കാണാത്തത് അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ള എൻ്റെ ഗ്യാരണ്ടിയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ത്യകാലത്ത് നമ്മുടെ സഭകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്ഷയം എന്ന് പറയുന്നത് അവസാനം പറഞ്ഞ ഈ കാര്യമാണ്. വീണ്ടും ജനിക്കുന്നവരില്ല, വിശ്വാസം ഉള്ളവരില്ല, വിശ്വാസം കണ്ടെത്തും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ സഭകൾ നന്നാകാത്തത്? ഞാൻ പറഞ്ഞു, വീണ്ടും ജനിക്കാത്തത് കൊണ്ടാണ്, കാറ്റ് പോലുള്ള ആളുകളില്ലാത്തത് കൊണ്ടാണ്. എല്ലാവരും കല്ല് പോലാകാൻ വേണ്ടി നടക്കുകയാണ്, സെറ്റിലാകാൻ വേണ്ടി.
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ കല്ല് പോലെ എവിടെയെങ്കിലും സെറ്റിലായിട്ടിരിക്കാൻ വേണ്ടിയാണ്. പിള്ളേരെല്ലാം കാനഡയിലോ ഇംഗ്ലണ്ടിലോ അവിടെയെല്ലാം പോയവർ അതിനേക്കാൾ സ്പീഡ് തിരിച്ചു വരുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എല്ലാം പോയി എങ്ങനെയെങ്കിലും കല്ല് പോലെ സെറ്റിലാകണം. സെറ്റിലാകാൻ സഹായിക്കണേ. കാറ്റ് പോലെ ആക്കിയാലോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട, എനിക്ക് കാറ്റ് പോലെ ആകണ്ട, എനിക്ക് എവിടെയെങ്കിലും സെറ്റിലായാൽ മതി. വീട് വെക്കണം, മുമ്പിലൊരു ചാരുകസേരയിട്ട് കിടന്നിട്ട് ഇത്രത്തോളം നടത്തിയ എന്ന് പറയണം. നടക്കൂല താനും. കർത്താവ് എവിടെ പറയാൻ പറഞ്ഞാലും പോവില്ല, നടക്കൂല. പക്ഷെ നടത്തിയെന്ന് നമ്മളങ്ങ് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കണം, സെറ്റിലാവണമെന്നാണ് ഈ മനുഷ്യർ മുഴുവൻ ആഗ്രഹിക്കുന്നത്. മുഴുവൻ ആത്മീയതയും ഈ സെറ്റിലാവാനുള്ള ആ ഒരു കൊതിയോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുകയാണ്. പ്രസംഗങ്ങൾ മുഴുവൻ, പ്രവചനങ്ങൾ മുഴുവൻ, ശുശ്രൂഷകൾ മുഴുവൻ, പാസ്റ്ററിങ് മുഴുവൻ, എല്ലാ കൃപാവരങ്ങളും കല്ലുപോലെ ആക്കാനുള്ള വലിയ ശുശ്രൂഷയിൽ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞായറാഴ്ച എഴുന്നേറ്റ് ഇങ്ങനെ നമുക്ക് പറയാം, കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലം അനേകം ആളുകൾ മരിച്ചുപോയി. കുറേ ആൾക്കാർ ആശുപത്രിയിൽ ഞരങ്ങിയും മൂളിയും കിടക്കുമ്പോൾ എന്നെ ഈ ജീവനുള്ളവരുടെ ദേശമായ ഈ കോട്ടയത്ത് ശേഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം. നിങ്ങൾ ശരിക്കും എന്താ സ്തോത്രം ചെയ്യുന്നറിയാമോ? കർത്താവേ, കഴിഞ്ഞ ആഴ്ച അനേകം ആളുകൾ നിന്റെ അടുത്തേക്ക് വിശുദ്ധന്മാരെ നീ ചേർത്ത് കൊണ്ടു, എന്നെ നിന്റെ അടുക്കൽ കൊണ്ടുപോകാതെ ഇവിടെ കല്ലുപോലെ ആകാൻ വേണ്ടി ഇവിടെ വിട്ടതിനായിട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞു. നമുക്കിതൊന്നും ഗ്രഹിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല. എങ്ങനെ നമ്മൾ നന്നാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ. ഈ കാറ്റ് പോലെ ആകുന്ന ഒരു ജനറേഷൻ ഉണ്ടായാൽ മാത്രമേ അടുത്ത ഒരു തലമുറ ഉള്ളൂ നമ്മുടെ ഇടയിൽ നിന്ന്. അല്ലെങ്കിൽ ദൈവം ചൈനക്കാരെയോ കൊറിയക്കാരെയോ ഒക്കെ എഴുന്നേൽപ്പിക്കേണ്ടി വരും. കർത്താവ് എഴുന്നേൽപ്പിക്കാതിരിക്കുകയില്ല. നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ കാറ്റുപോലെ ആകുന്ന സെറ്റിലാകാത്ത ഒരു തലമുറ, കർത്താവിന് വേണ്ടി എതിലേയും നടക്കാൻ പറ്റുന്ന, എന്ത് അവസ്ഥയിലൂടെയും കടന്നു പോകാൻ പറ്റുന്ന വിശ്വാസത്താൽ നടക്കുന്ന ഒരു തലമുറ ഉണ്ടാകാതെ നമുക്ക് അടുത്ത ജനറേഷൻ ഇല്ല. ഇവിടെ മാനുഷിക പ്രവൃത്തികൾ കൊണ്ട് ഒന്നും സാധിക്കില്ല. ദൈവം നമ്മുടെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് നടക്കാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി അനുസരണം കാണിക്കുന്നവരാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എത്ര വലിയ ഓട്ടം, ഞങ്ങളെ കൊണ്ട് അസാധ്യമായ ഓട്ടം ഞങ്ങളിലൂടെ പൂർത്തിയാക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ ഞങ്ങൾ അറിയുന്ന കർത്താവേ. ആ വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടുവാൻ, കാറ്റുപോലെ ആകുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.